ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നമെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഒരുപാട് ഡൗട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും സർക്കുലർ റേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ഡൗട്ട് അങ്ങ് തീർക്കാൻ പോവുകയാണ്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ എവിടെ ഇനി റേസ് എന്ന് പറയുന്ന ടോപ്പിക്കിന്, സർക്കുലർ റേസ് എന്ന് പറയുന്ന ടോപ്പിക്കിന് നോക്കി പോകേണ്ട ഒരു വീഡിയോയോ വേറെ ഹിന്ദി ചാനലുകളോ ഒന്നും കാണേണ്ട ആവശ്യമില്ല. ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെ നിങ്ങളുടെ ഫുൾ സർക്കുലർ റേസിന്റെ കൺസെപ്റ്റും എന്താണ് സർക്കുലർ മോഷന്റെ കൺസെപ്റ്റ് ആണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്. സർക്കുലർ മോഷൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം സർക്കുലർ റേസിലേക്ക് വരാം. എന്നിട്ട് ഇതിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും ഇന്നത്തെ ഈ ക്ലാസ്. മുഴുവനായിട്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, നോട്ട് എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇതിന്റെ ക്ലാസ് നോട്ട് ഓൾറെഡി തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ മാഗ്നമെന്റർ മലയാളം 10,000 10K അടുത്തുകൊണ്ടിരിക്കുകയാണ് സബ്സ്ക്രൈബേഴ്സ്. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കേരളത്തിൽ നിന്നും എക്സാം എഴുതുന്ന എല്ലാവർക്കുമായിട്ട് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബാക്കി ക്ലാസ്സുകളെല്ലാം കാണുക. പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സുകളും എല്ലാം വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ പ്ലേലിസ്റ്റിലുള്ള എല്ലാ ക്ലാസ്സുകളും കണ്ടു എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ എക്സാമിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇതിൽ തന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക. ഇതേപോലെ ഈ ഒരു ടോപ്പിക്ക് SSC എല്ലാ എക്സാമും, അതേപോലെ RRB റെയിൽവേയുടെ എല്ലാ എക്സാംസിനും ഉള്ള ഒരു ടോപ്പിക്കാണ് സർക്കുലർ റേസ്. സർക്കുലർ മോഷൻ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതെങ്ങനെ പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പല ടൈപ്പ് മോഷൻസ് ഉണ്ട്. ലീനിയർ മോഷൻ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ലീനിയർ മോഷൻ എന്താണ്? സ്ട്രെയിറ്റ് ലൈനിലുള്ള മോഷനാണ്. സർക്കുലർ മോഷൻ ഉണ്ട്, സർക്കുലർ രീതിയിൽ മൂവിങ് സർക്കുലർ മോഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് റേസ് ഉണ്ട്, അതിൽ തന്നെ വരുന്നതാണ് റേസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. പിന്നെ നമുക്ക് ബോട്ട് ആൻഡ് സ്ട്രീം ഉണ്ട്. അതൊക്കെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ സർക്കുലർ മോഷനിൽ നമുക്ക് ത്രീ ടൈപ്സ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ എന്താണ്, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്താണ് കൺസെപ്റ്റ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ആദ്യമേ കയറി നമ്മൾ ക്വസ്റ്റ്യൻ അല്ല ചെയ്യേണ്ടത്, അത് നമ്മൾ ഇതിന്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കും. അപ്പോൾ ഈ സർക്കുലർ മോഷന്റെ വരുന്ന ത്രീ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഫസ്റ്റ് മീറ്റിംഗ്. ഇത് എന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് മീറ്റിംഗ് അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. എന്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എല്ലാം പറയാം. ഫസ്റ്റ് മീറ്റിംഗ് അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. രണ്ടാമത്തത് ഫസ്റ്റ് മീറ്റിംഗ് അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. രണ്ടാമത്തത് ഫസ്റ്റ് മീറ്റിംഗ് എനിവെയർ. ഫസ്റ്റ് മീറ്റിംഗ് എവിടെയെങ്കിലും. ഫസ്റ്റ് മീറ്റിംഗ് എനിവെയർ എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. എനിവെയർ. അടുത്ത മൂന്നാമത്തത് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്. മീറ്റിംഗ് ഇൻ ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്. ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എത്രത്തോളം പ്രയാസമാണ് ഇത് എന്ന് ഉള്ളത് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. പക്ഷേ ഈ ക്ലാസ് കഴിയുന്നതിലൂടെ നിങ്ങൾ എന്താവും, ഫുള്ള് സെറ്റായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് ആയിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ അത് എന്താണെന്ന് ആദ്യം ജസ്റ്റ് ഒരു ഐഡിയ അത്. അപ്പോൾ ഇതൊരു സർക്കുലർ മോഷനാണ്. അതായത് ഇവിടെ നിന്ന് രണ്ടാൾക്കാർ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചോ. A എന്ന് പറയുന്ന ആളും പോകുന്നു, B എന്ന് പറയുന്ന ആളും ഇവിടെ നിന്ന് എന്ത് ചെയ്യുകയാണ്, ഇങ്ങോട്ട് തന്നെ നടക്കുകയാണ്, ഓടുകയാണ്, എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ പോവുകയാണെങ്കിൽ ഇവര് തിരിച്ച്, ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് മീറ്റിംഗ് പോയിന്റ്. ആദ്യം കണ്ടുമുട്ടുന്നത് എവിടെ തന്നെയാണ്. ഇയാൾ കറങ്ങി, A എന്ന് പറയുന്ന ആൾ കറങ്ങി ഇവിടെ വരുന്നു. B എന്ന് പറഞ്ഞ ആളും കറങ്ങി എവിടെ വരുന്നു, നമ്മൾ ഇവിടെ വരുന്നു. അങ്ങനെ ഫസ്റ്റ് മീറ്റിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റിലാവുന്ന ആ ഒരു കണ്ടീഷൻ. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് മീറ്റിംഗ് എനിവെയർ. അതായത് ഇവിടുന്ന് രണ്ടുപേര് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചോ. രണ്ടുപേരും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. രണ്ടുപേര് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവര് ഫാസ്റ്റ് ആയിട്ടുള്ള ആൾ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ മീറ്റ് ചെയ്ത് ഇവിടെ ആണെന്ന് വെച്ചോ. മീറ്റിംഗ് പോയിന്റ് ഇവിടെ ആണെന്ന് വെച്ചോ. മീറ്റിംഗ് പോയിന്റ് ഇവിടെ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, എപ്പോഴായിരിക്കും ഇവര് മീറ്റ് ചെയ്യുന്നത്? രണ്ടുപേര് സ്റ്റാർട്ട് ചെയ്തു ആയിക്കോട്ടെ. എയും സ്റ്റാർട്ട് ചെയ്തു, ബിയും സ്റ്റാർട്ട് ചെയ്തു. ഇയാൾ 1 മിനിറ്റിൽ 10 മീറ്റർ യാത്ര ചെയ്യും. ഇയാൾ 1 മിനിറ്റിൽ 5 മീറ്റർ എന്ത് ചെയ്തോളൂ, യാത്ര ചെയ്തു. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു, അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എവിടെ എത്തി കാണും? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. 1 മിനിറ്റിൽ പോകുന്നതിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്, യൂണിറ്റ് ടൈമിൽ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് 10 മിനിറ്റ് കഴിഞ്ഞെന്ന് വെച്ചു. ടോട്ടൽ ടൈം ഇപ്പോൾ എത്രയായി? സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് രണ്ടുപേരും ടൈം ഈക്വൽ ടു 0 മിനിറ്റിൽ അല്ലെങ്കിൽ 0ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൈം ഇപ്പോൾ എത്രയായി? 10 മിനിറ്റ് ആയി. അപ്പോൾ 10 മിനിറ്റ് ആകുമ്പോൾ ആദ്യത്തെ ആൾ എവിടെ എത്തും? A എന്ന് പറയുന്ന ആള് 1 മിനിറ്റിൽ 10 മീറ്റർ പോകുന്ന ആള് 10 മിനിറ്റിൽ 10 × 10 100 മീറ്റർ കവർ ചെയ്തതാണ്. ഇയാൾ 100 മീറ്റർ കവർ ചെയ്തതാണ്. മറ്റേ ആൾ രണ്ടാമത്തെ ആൾ എവിടെ എത്തി കാണും? 5 മീറ്റർ ആണ് 1 മിനിറ്റ് പോകുന്നത്. അങ്ങനെ 10 മിനിറ്റിൽ 10 × 5 അയാൾ എവിടെ എത്തിയുള്ളൂ? 50 മീറ്റർ എത്തിയുള്ളൂ. അപ്പൊ നമ്മളൊരു സമയത്തെ കണക്കാക്കി ഇത് പറയുമ്പോൾ
ഇവർ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ, ആദ്യമേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവർ മീറ്റ് ചെയ്തിട്ട് രണ്ടുപേരും കണ്ടിട്ടാണ് തുടങ്ങിയത്. ഇനി അടുത്ത മീറ്റിംഗ് പോസിബിൾ ആവുന്ന എപ്പോഴായിരിക്കും, ഫാസ്റ്റ് ആയിട്ടുള്ള ആൾ. ഇപ്പോൾ എ ആണ് ഇവിടെ ഫാസ്റ്റ് ആയിട്ടുള്ള ആൾ, കാര്യം അയാൾ 1 മിനിറ്റിൽ 10 മിനിറ്റ് പോകും. അപ്പൊ ഇയാള് ആണ് ഫാസ്റ്റ് ആയിട്ടുള്ള ആൾ, അല്ലെങ്കിൽ ഫാസ്റ്റർ ആയിട്ടുള്ള ആൾ. ഫാസ്റ്റ് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഇയാള് ഇപ്പൊ തന്നെ ആ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇവര് തമ്മിൽ എത്ര ഗ്യാപ്പായി, 50 മീറ്ററിന്റെ ഗ്യാപ്പായി. അപ്പൊ എന്ത് ചെയ്യണം, ഇയാള് പിന്നെ ഓടി ഓടി, ഇയാൾ എപ്പോഴും ഫ്രണ്ടിലായിരിക്കും, ഇയാൾ ഓടി ഓടി കറങ്ങി 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 എവിടെ വരണം, ഇവിടെ വരണം. രണ്ടുപേർക്ക് റിലേറ്റീവായിട്ട് മോഷനുണ്ട്, രണ്ടുപേരും പോകുന്നുണ്ട്. പക്ഷേ ഇവരിടയ്ക്കുള്ള ഈ ദൂരം ഉണ്ടല്ലോ, ഇവരിടയ്ക്കുള്ള ഈ ദൂരം, ആ ദൂരം എന്ത് ചെയ്യണം, കവർ ചെയ്ത് തീർക്കുകയും വേണം. ഇവരിടയ്ക്കുള്ള ദൂരം, അതായത് ഈ ഒരു ആള് ഫ്രണ്ടിലോട്ട് പോകുന്നു, ഇങ്ങനെ ഇയാൾ കറങ്ങി കറങ്ങി ഒരു വട്ടം കറങ്ങി മുമ്പോട്ട് തന്നെയാണ് ഓടുന്നത്, 2 ഡയറക്ഷൻ ഒന്നും മാറ്റുന്നില്ല. ഇങ്ങനെ ഓടുന്നെങ്കിൽ രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണ് ഓടുന്നത്. അപ്പൊ ഇയാൾ കറങ്ങി 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 എവിടെ വരണം, ഇവനെ കാണണം, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ആള് ബി എ കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എത്ര ദൂരമായിരിക്കണം കവർ ചെയ്യണ്ടേ, അവരിടയ്ക്കുള്ള ഗ്യാപ്പായിട്ടുള്ള, ഇപ്പൊ എത്രയാണ് ഗ്യാപ്പ്, ഈ ഒരു ഡയറക്ഷനിലേ പോകാൻ പറ്റും, ഇങ്ങോട്ട് ഓടുന്നെങ്കിൽ ഇങ്ങനെ ഓടാൻ പറ്റും. ഓപ്പോസിറ്റ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആ ഗ്യാപ്പ് എത്രയാണ്, 1 റൗണ്ടിന്റെ ഗ്യാപ്പാണ്. 1 റൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു സർക്കുലർ റൗണ്ടിന്റെ ഗ്യാപ്പാണ്. ആ 1 റൗണ്ടിന്റെ ഗ്യാപ്പ് എന്ത് ചെയ്യണം, ആ ഫാസ്റ്റർ ആയിട്ടുള്ള ആള് കവർ ചെയ്യണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആദ്യത്തെ അല്ല രണ്ടാമത്തെ ആളെ, സ്ലോവർ ആയിട്ടുള്ള ആളെ എന്ത് ചെയ്യാൻ പറ്റൂ, കാണാൻ പറ്റും. അപ്പോൾ ഈ ഫസ്റ്റ് മീറ്റിംഗ് ആയിട്ട് എനിവെയർ എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മൾ എന്ത് കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും, ആരാണ് കൂടുതൽ ഫാസ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യേണ്ടി വരും. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നേ ഉള്ളൂ. അതിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൺസെപ്റ്റുകൾ ഇനിയും പഠിക്കും. ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു റൗണ്ടിന്റെ ഗ്യാപ്പ് ആയിരിക്കണം രണ്ടുപേരും തമ്മിൽ വേണ്ടത്. എപ്പോ, ഫസ്റ്റ് മീറ്റിംഗ് എനിവെയർ. സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം, LCM കണ്ടുപിടിച്ചിട്ട് എങ്ങനെയാണ് LCM വെച്ച് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുതരാം. ഓൾറെഡി LCM SCFന്റെ ക്ലാസ്സിൽ ഞാൻ അതിന്റെ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് ഏകലവ്യ വെച്ച്. അത് കണ്ടില്ലാത്തവർ അത് കാണുക. ഡിസ്റ്റിങ്ക്ട് പോയിന്റ് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഇങ്ങനെ ഒരു സർക്കുലർ മോഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ പോവാണ്, രണ്ടുപേര് പോവാണ്. അപ്പൊ എത്ര പോയിന്റ്സിൽ അവർ മീറ്റ് ചെയ്യും, ആ ഒരു ടോട്ടൽ ഒരു റൗണ്ടിൽ എത്ര പോയിന്റ്സിൽ മീറ്റ് ചെയ്യും, അതാണ് ഡിസ്റ്റിങ്ക്ട് പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഇനി മിനിമം ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ ബേസ് സെറ്റ് ആക്കുവാണ്. ഒരു സർക്കുലർ ഫീൽഡാണ്, അല്ലെങ്കിൽ സർക്കുലർ പാത്താണ്. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന ആളും ബി എന്ന് പറയുന്ന ആളും ഉണ്ട്. രണ്ടുപേരും സെയിം ഡയറക്ഷനിൽ ഇങ്ങനെ പോവാണെന്ന് വെച്ചു. അപ്പോൾ എ 2 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും, ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യും. ബി 7 മിനിറ്റ് എടുക്കും എന്ത് ചെയ്യാൻ, ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകും. അതായത് 2 മിനിറ്റിൽ എ എന്ത് ചെയ്യും, ഫുൾ റൗണ്ട് കംപ്ലീറ്റ് ആവും. എന്നാൽ 7 മിനിറ്റ് എടുക്കും ആർക്ക്, ബിക്ക് ഫുൾ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആക്കാൻ. ഓക്കെ, ബിക്ക് കംപ്ലീറ്റ് ആക്കാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഫസ്റ്റ് 2 മിനിറ്റ് കഴിയുമ്പോൾ എ ഇവിടെ എത്തും. അടുത്ത 2 മിനിറ്റ് കഴിയുമ്പോൾ 4 മിനിറ്റ് ആകുമ്പോഴും എന്ത് ചെയ്യും, എ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തും. അടുത്ത 2 മിനിറ്റ് 6 മിനിറ്റ് ആകുമ്പോഴും എന്ത് ചെയ്യും, ഒരു റൗണ്ട് ഓടി എ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തും. പിന്നെ 8 മിനിറ്റിലെത്തും, 10 മിനിറ്റിലെത്തും, 12 മിനിറ്റിലെത്തും. ഓരോ 2 മിനിറ്റിലും എന്ത് ചെയ്യും, എ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തും. 14 മിനിറ്റിൽ, 16 മിനിറ്റിൽ, അങ്ങനെ എല്ലാം എത്തും. ബി എത്തുന്ന എപ്പോഴായിരിക്കും, ബി ഓരോ 7 മിനിറ്റ് കൂടുമ്പോൾ. അതായത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് 7 മിനിറ്റ് കഴിയുമ്പോൾ ബി എത്തും. സെക്കൻഡ് 7, അത് ഒരു 7 മിനിറ്റ് കൂടെ കൂടുമ്പോൾ ഒരു റൗണ്ട് കൂടെ കഴിയും. 14 മിനിറ്റിൽ പിന്നെ ബി സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണും. പിന്നെ 21 മിനിറ്റിൽ ബി സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണും. 28 മിനിറ്റിൽ ബി സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണും. പിന്നെ 35 മിനിറ്റിൽ ബി സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണും. 42 മിനിറ്റ്, അങ്ങനെ ബി എന്ത് ചെയ്യും, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വരും. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫസ്റ്റ് ടൈം. അതുകൊണ്ടാണ് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, എയും വരണം അവിടെ, ബിയും വരണം അവിടെ. അപ്പൊ എയും ബിയും ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്ന ഏത് ടൈമിലാണ്, ഇവിടെ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏതാണ്, ബി 14 മിനിറ്റിൽ, എ 14 മിനിറ്റിൽ വരുന്നു, ബിയും 14 മിനിറ്റ് വരും. അതായത് രണ്ടുപേരും 14 മിനിറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. എവിടെ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ. എനിവേർ അല്ല, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ടൈം നമുക്ക് എന്ത് കിട്ടി, 14 മിനിറ്റ് കിട്ടി. ഈ 14 എന്ന് പറഞ്ഞാൽ എന്താ, 2ന്റെയും 7ന്റെയും LCM ആണ്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. 2ന്റെയും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ആണ്, എന്നാൽ 2ലും കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ LCM ഓഫ് 2 and 7. 2 and 7 എന്ന് പറഞ്ഞാൽ എന്താ, ടൈം ടേക്കൺ ഫോർ കംപ്ലീറ്റിംഗ് 1 റൗണ്ട്. ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, ടൈം ടേക്കൺ ഫോർ കംപ്ലീറ്റിംഗ് 1 റൗണ്ടിന്റെ LCM എടുത്തു കഴിഞ്ഞാൽ, ടൈമാണ് ഇത്, 2 മിനിറ്റും 7 മിനിറ്റും. LCM എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അവര് ഒരുമിച്ച് എപ്പോ, റേസിനൊക്കെ ഇതാ ഉപയോഗിക്കുന്നത്, രണ്ടുപേരും ഒരേ ഡയറക്ഷൻ. റേസ് ഓടുന്നതെന്ന് പറഞ്ഞാൽ രണ്ടുപേരും അല്ലെങ്കിൽ 3 പേരാണെങ്കിലും ഒരേ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ടൈം ടേക്കൺ ഫോർ കംപ്ലീറ്റിംഗ് 1 റൗണ്ട്, അതിന്റെ LCM എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ടൈം റിക്വയർഡ് ഫോർ മീറ്റിംഗ് അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടും.
LCM HCFന്റെ ക്ലാസ് ഓൾറെഡി ഏകലവ്യ ബാച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിലും ഇതേ ടൈപ്പും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇനി സെയിം ഡയറക്ഷനിൽ എങ്ങനെയാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്. അപ്പൊ സെയിം ഡയറക്ഷന്റെ കേസ് കഴിഞ്ഞിട്ട് വന്ന ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്ന കണ്ടോളുന്നില്ല. അടുത്ത ഓപ്പോസിറ്റ് ഡയറക്ഷന്റെ കേസ്, ഓപ്പോസിറ്റ് ഡയറക്ഷന്റെ കേസ്, സെയിം ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സെയിം ഡയറക്ഷന്റെ കേസിലെ ഇത് ആണ് നമ്മുടെ സർക്കുലർ പാത്ത്. രണ്ടാൾക്കാർ ഇങ്ങോട്ട് ഓടുന്നു, എക്സും വൈയും ആയിക്കോട്ടെ. ടോട്ടൽ ആ ഒരു ലെങ്ത് ആണ് ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഒരു വട്ടം കറങ്ങാനുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റൗണ്ടിന്റെ ഡിസ്റ്റൻസ് ആണ്. ഒരു റൗണ്ടിന്റെ ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എവിടാണ് ഫസ്റ്റ് മീറ്റിംഗ്? അതുപോലെ ഫസ്റ്റ് മീറ്റിംഗ് അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഫസ്റ്റ് മീറ്റിംഗ് അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം എക്സും വൈയും ഫസ്റ്റ് മീറ്റിംഗ് അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. എന്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? LCM ഓഫ് രണ്ടുപേരുടെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം. ഇപ്പൊ എക്സിന് എക്സ് ആണ് സ്പീഡ് എങ്കിൽ, എക്സിന്റെ സ്പീഡ് എക്സ് ആണെങ്കിൽ വൈയുടെ സ്പീഡ് വൈ km/h ആവാം. ഒരു യൂണിറ്റ് ടൈമിലെ ഡിസ്റ്റൻസ് ആണ്. എക്സിന്റെ സ്പീഡ് എക്സും വൈയുടെ സ്പീഡ് വൈയും ആണെങ്കിൽ എക്സിന് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്ര ആയിരിക്കും? D/x ആയിരിക്കും. വൈക്ക് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് D/y ആയിരിക്കും. അപ്പൊ കഴിഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞതിലൂടെ ഇത് മനസ്സിലാക്കാം. LCM ഓഫ് D/x, D/y. അപ്പൊ അതിന്റെ LCM എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് മീറ്റിംഗ് ആയിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടും. ഇതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടിയാലും സെയിം തന്നെ. ഇതേപോലെ ഫസ്റ്റ് മീറ്റിംഗ് ആയിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് സെയിം തന്നെയാണ്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വെച്ചോ. എക്സ് ഇങ്ങോട്ട് ഓടുന്നു എക്സ് സ്പീഡിൽ, വൈ ഇങ്ങോട്ട് ഓടുന്നു വൈ സ്പീഡിൽ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മീറ്റിംഗ് അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ത് വരും? ഫസ്റ്റ് മീറ്റിംഗ് അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ത് വരും? സെയിം തന്നെ. ടൈം എക്സ് വൈ അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? LCM ഓഫ് സെയിം ഒരു റൗണ്ട് ഓടാനുള്ള ദൂരം D/x, D/y. സെയിം തന്നെ. ഓരോ ടൈമിലും നേരത്തെ കൺസെപ്റ്റ് ആണ്. ഇവിടെ ഫസ്റ്റ് മീറ്റിംഗ് എനിവെയർ, ഫസ്റ്റ് മീറ്റിംഗ് ആദ്യമായിട്ട് കാണുന്നത് ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലാവാൻ കാണുന്നത്, ചിലപ്പോൾ ഇതിന്റെ ഇടയ്ക്കുള്ള എവിടെയെങ്കിലും പോർഷനിലാവും. ഇതിങ്ങനെ ഓടി കറങ്ങി വരുന്നു, മറ്റവന് ഓടുന്നു, എവിടെ വെച്ചൊന്നും കാണാം, ഇവിടെ വെച്ച് കാണാം, നമുക്ക് അറിഞ്ഞൂടാ ഇവിടെ വെച്ച് കാണാം. അപ്പൊ അതിന്റെ ഫസ്റ്റ് മീറ്റിംഗിന്റെ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ഫസ്റ്റ് മീറ്റിംഗിന്റെ ടൈമിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഫസ്റ്റ് മീറ്റിംഗിന്റെ ടൈമിൽ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എന്തായിരിക്കും? ഒരു റൗണ്ടിന്റെ ഗ്യാപ്പ് ആയിരിക്കും. ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് D ആണെന്ന് വെച്ചു. ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര നമ്മൾ പറഞ്ഞിരിക്കുന്നത്? D ആണ് ഒരു റൗണ്ടിന്റെ ഡിസ്റ്റൻസ്. അപ്പൊ ആ ഗ്യാപ്പ്, ആ ഓടേണ്ട ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടുത്തെ കേസിൽ രണ്ടും സെയിം ഡയറക്ഷനിലാണ്. ഓടേണ്ട ഡിസ്റ്റൻസ് എത്രയാണ്? D യൂണിറ്റ് ആണ് ഓടേണ്ടത്. ടൈം എത്ര വരും? സ്പീഡ് എത്ര വരും? സ്പീഡ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ റിലേറ്റീവ് സ്പീഡ് വേണം. കാര്യം രണ്ടുപേരും ഓടുവാണ്. രണ്ടുപേരും ഒരേ മൂവ്മെന്റിലാണെങ്കിൽ അവിടെ നമ്മൾ നോർമൽ സ്പീഡല്ല, റിലേറ്റീവ് സ്പീഡാണ്. അപ്പൊ നമുക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ അവരുടെ സ്പീഡാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ നോക്കിയോ എക്സ് മൈനസ് വൈ ആയിരിക്കും. സെയിം ഡയറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിന്റെ കൂടെ ഡിഫറൻസ്. അപ്പോൾ ഇവിടുത്തെ ടൈം എത്ര എടുക്കും? ഇപ്പൊ ഈ ഗ്യാപ്പ് ഡി വന്ന എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഒരു ടൈം കണ്ടുമുട്ടണമെങ്കിൽ എത്രയാണ്? ഫാസ്റ്റർ ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യണം? ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണ് വെച്ചു. ഫാസ്റ്റർ ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യണം? ഒരു റൗണ്ട് മറ്റേ ആളെക്കാളും കൂടുതൽ ഓടി എത്തിയിരിക്കണം. അപ്പോൾ അതിന്റെ സ്പീഡ് എത്രയാണ്? എക്സ് മൈനസ് വൈ. ഇയാൾ എക്സ് ഇങ്ങോട്ട് പോകുന്നു, വൈ ഇങ്ങോട്ട് സെയിം ഡയറക്ഷനിൽ പോകുന്നു. അതാണ് ഫസ്റ്റ് മീറ്റിംഗിന്റെ ടൈം. ഇവിടെ 3 പേര് വരുമ്പോഴാണ് കുറച്ച് ടെസ്റ്റ് വരുന്നത്. അത് നമ്മൾ പഠിക്കും. ഇനി ഈ കേസിലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പോഴോ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഫസ്റ്റ് മീറ്റിംഗ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഫസ്റ്റ് മീറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിസ്റ്റൻസ്, ഗ്യാപ്പ് ഇത് തന്നെയാണ്. ഗ്യാപ്പ് ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എത്ര തന്നെയാണ്? സ്പീഡ് കൂടിയാലും കുറഞ്ഞാലും ഗ്യാപ്പ് എത്ര തന്നെയാണ്? മീറ്റ് ചെയ്യണമെങ്കിൽ രണ്ടുപേരും കൂടെ ആയാലും ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്തേ പറ്റൂ. ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കവർ ചെയ്തേ പറ്റൂ. പക്ഷെ ഇവിടെ എന്തുണ്ട്? അഡ്വാൻറ്റേജ് ഉണ്ട്. കാര്യം ഒരാൾ എക്സ് ഇങ്ങോട്ട് ഓടുന്നു, വൈ ഇങ്ങോട്ട് ഓടുന്നു. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് സ്പീഡ് എക്സ് പ്ലസ്. വിളിച്ച് സമയം എടുത്താലും കുഴപ്പമില്ല. ഞാൻ കൺസെപ്റ്റ് മൊത്തം പഠിപ്പിച്ചിട്ട് എന്ത് ചെയ്തോളൂ? ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും. അപ്പോൾ D/x. ഇതാണ് രണ്ടുപേരോടുമ്പോൾ ഓൺലി 2 പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ഇത്ര സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഫസ്റ്റ് മീറ്റിംഗ് ആയിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റും അതുപോലെ ഫസ്റ്റ് മീറ്റിംഗ് എനിവെയർ എവിടെ വേണമെങ്കിലും ആവാം. എനിവെയർ അതെന്ത് ചെയ്യാം? രണ്ട് ഡയറക്ഷനിൽ പോകുന്നതും നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് പോയിന്റ് അതിന് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് എത്ര? പോയിന്റ്സ് മീറ്റിംഗ് അല്ലെങ്കിൽ മീറ്റിംഗ് പോയിന്റ്സ്. ഇപ്പൊ സെയിം ഡയറക്ഷനിലുണ്ട്, അതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുണ്ട്.
സെയിം ഡയറക്ഷനിലാണെങ്കിൽ എക്സ് ഇങ്ങോട്ട് എക്സ് സ്പീഡിൽ ഓടുന്നു, വൈ ഇങ്ങോട്ട് വൈ സ്പീഡിൽ ഓടുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ്റ്റ് വൈ എടുക്കാം, റേഷ്യോ എടുക്കുക, ലോവസ്റ്റ് ഫോമിലെ റേഷ്യോ എടുക്കുക. എന്നിട്ട് നമ്പർ ഓഫ് സെയിം ഡയറക്ഷൻ ആണ്, ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, സെയിം ഡയറക്ഷൻ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്, അതായത് എവിടെയെങ്കിലും ഒക്കെ മീറ്റ് ചെയ്യാം, എത്ര പോയിന്റിൽ ഇവർ മീറ്റ് ചെയ്യുന്ന ചോദിക്കുന്നത്. നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലോവസ്റ്റ് ഫോമിൽ എഴുതിയിട്ട് അത് റേഷ്യോ എടുക്കാം, എക്സിന്റെ വൈയുടെ. ഇപ്പൊ സ്പീഡ് 10ഉം 15 ആണെങ്കിൽ 10:15 എടുക്കും, അതായത് 2:3. 2ഉം 3 ആണ് എക്സും വൈയും, അതിന്റെ ഡിഫറൻസ് എടുക്കാം, എക്സ് മൈനസ് വൈ പോയിന്റ്സ് എടുക്കും. വലുതേതാണോ അതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലോ എക്സ് ഇങ്ങോട്ടും വൈ ഇങ്ങോട്ടും ആണെങ്കിൽ ഇതേപോലെ തന്നെ ലോവസ്റ്റ് ഫോമിൽ എഴുതുക, റേഷ്യോ എഴുതുക. എന്നിട്ട് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ റേഷ്യോ എഴുതേണ്ട എക്സ് പ്ലസ് വൈ. ഓപ്പോസിറ്റ് ആണെങ്കിൽ എക്സ് പ്ലസ് വൈ പോയിന്റ്സ്, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എക്സ് മൈനസ് വൈ പോയിന്റ്സ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യും. അറിഞ്ഞുകൂടാത്തവർക്ക് ഇത് ഭയങ്കര പാടായിരിക്കും. യെസ്, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഒരു എക്സാമ്പിൾ ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. യെസ്, ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണെങ്കിൽ പ്രീമിയർ കാണുന്നവരാണെങ്കിൽ യെസ് എന്ന് പറയും. യെസ്, ഇതുവരെ ക്ലിയർ ആണോ? ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാം? നിങ്ങൾ ഇപ്പോൾ റെക്കോർഡ് ക്ലാസ് അതൊന്നും നോക്കണ്ട. ക്ലിയർ ആണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലിരുന്ന് പറഞ്ഞു തരുന്ന പോലെ യെസ് എന്ന് പറയാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ നമുക്ക് ഒരു സർക്കുലർ പാത്ത് ഉണ്ട്. ഇതിൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു റൗണ്ടിന്റെ ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെന്ന് വെച്ചോ, 90 മീറ്റർ ആണ് ഡിസ്റ്റൻസ്. 90 മീറ്റർ ആണ് ആ ഒരു സർക്കുലർ ആയിട്ടുള്ള ആ പാത്തിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതില് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണേ, രണ്ടുപേര് സ്റ്റാർട്ട് ചെയ്യുന്നു. രണ്ടുപേര് അരുണും കിരണും ഉണ്ട്. അരുണ് സ്പീഡ് എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് അരുണിന്റെ സ്പീഡ്. കിരണിന്റെ സ്പീഡ് അതോ 9 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡ് അവൻ 9 മീറ്റർ ആണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്? ഫസ്റ്റ് ടൈം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ടൈമാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റിംഗ് ടൈമാണ്. ഫസ്റ്റ് ടൈം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇപ്പൊ അരുണിന്റെ ടൈം എത്രയാണ്? അരുണിന്റെ ഓൺ റൗണ്ടിന്റെ ടൈം എത്രയാണ്? 90/5 ആണ്. അരുണ് 90 മീറ്റർ ഓടാൻ ഒരു സെക്കൻഡിൽ 5 മീറ്റർ ഓടിയിട്ട് ഇത്രയും മീറ്റർ പെർ സെക്കൻഡ് ബൈ സെക്കൻഡ് ഇട്ട് മീറ്ററിൽ ആൻസർ കിട്ടും. അല്ല, സെക്കൻഡിൽ ആൻസർ കിട്ടും. മീറ്റർ പെർ സെക്കൻഡ് ആണ്, ബൈ മീറ്റർ കിട്ടും. മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 18 സെക്കൻഡ് എടുക്കും അരുണിന് എന്ത് ചെയ്യാൻ? ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അതുപോലെ കിരണിന് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ 90 മീറ്ററിൽ സ്പീഡ് എത്രയാണ്? 9 മീറ്റർ പെർ സെക്കൻഡ്. 90/9 10 സെക്കൻഡ് എടുക്കും അവൻ എന്ത് ചെയ്യാൻ? ഒരു റൗണ്ട് കറങ്ങിയെത്താം. നമുക്ക് ഈ 18ന്റെ 90ന്റെ LCM എടുത്താൽ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറഞ്ഞാൽ LCM ഓഫ് 18, 10. 18ന്റെ 10ന്റെ 90ന്റെ 10ന്റെ LCM എടുത്താൽ 90 സെക്കൻഡ് ആണ് എന്ന് പറയുന്നത് LCM. അതായത് 90 സെക്കൻഡ് ആവുമ്പോൾ എന്ത് കിട്ടും? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും 90 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അവര് ഫസ്റ്റ് ടൈം സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ത് ചെയ്യും? മീറ്റ് 90 സെക്കൻഡ് ആണ് അതിന്റെ ആൻസർ. ഫസ്റ്റ് ടൈം സ്റ്റാർട്ടിംഗ് പോയിന്റ് മീറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ 90 സെക്കൻഡ് ആണ്. അപ്പൊ അതിനുവേണ്ടി ഇവൻ 18 സെക്കൻഡ് വെച്ച് 5 റൗണ്ട് ഇവൻ ഓടിക്കാണും. അരുണ് ആ സമയത്തേക്ക് 5 റൗണ്ട് ഓടിക്കാണും അല്ലെ? 18 സെക്കൻഡിലാണ് ഒരു റൗണ്ട്. അങ്ങനെ 90 സെക്കൻഡ് ആവാൻ അരുണ് 5 റൗണ്ട് ഓടിക്കാണും. കിരൺ എത്ര റൗണ്ട് ഓടണം? 10 സെക്കൻഡിലാണ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെ 9 റൗണ്ട്. അതായത് കിരൺ 9 റൗണ്ട് ഓടി എത്തുന്നു, അരുൺ 5 റൗണ്ട് ഓടുന്നു. ആ സമയത്തെ എന്ത് ചെയ്യത്തുള്ളൂ? ഇവര് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യത്തുള്ളൂ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ. ഫസ്റ്റ് ടൈം എനിവെയർ. ഫസ്റ്റ് ടൈം മീറ്റിംഗ് ഫസ്റ്റ് ടൈം എവിടെയാണ്? എവിടെയെങ്കിലും എനിവെയർ. സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ വേണമെന്നില്ല, എനിവെയർ. അപ്പൊ അത് എവിടാ? ഞാൻ ഇവിടെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞു. അപ്പൊ ഇവന്റെ സ്പീഡ് 5ഉം മറ്റവന്റെ സ്പീഡ് 9ഉമാണ്. അരുണും കിരണും. അരുണിന്റെ സ്പീഡ് 5ഉം കിരണിന്റെ സ്പീഡ് 9 മീറ്റർ പെർ സെക്കൻഡും. ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടുപേരും സെയിം ഡയറക്ഷനാണ്. സെയിം ഡയറക്ഷനിലാണ് ഓടുന്നത്. സെയിം ഡയറക്ഷനിലാണ് ഓടുന്നതെങ്കിൽ ടൈം എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഒരു റൗണ്ടിന്റെ ഗ്യാപ്പാണ് 90 ഡിവൈഡഡ് ബൈ സെയിം ഡയറക്ഷനിലായതുകൊണ്ട് അവരുടെ ഡിഫറൻസ് 90 9 - 5 90/4 എന്ന് പറയുന്നത് 22.5 സെക്കൻഡ്. അതായത്
സ്റ്റാർട്ട് ചെയ്തിട്ട് 22.5 സെക്കൻഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവർ രണ്ടുപേരും ഫസ്റ്റ് മീറ്റ് സെയിം ഡയറക്ഷനിലാണെങ്കിൽ. പിന്നെ അടുത്ത 22.5 സെക്കൻഡ് കഴിയുമ്പോൾ 45 സെക്കൻഡ് ആകുമ്പോൾ പിന്നെ മീറ്റ്, പിന്നെ 22.5 സെക്കൻഡ് 67 സെക്കൻഡ് ആകുമ്പോൾ പിന്നെ മീറ്റ്. പിന്നെ നാലാമത്തെ മീറ്റിംഗ് ആണ് എന്ത് വരുന്നത്? 90 സെക്കൻഡിൽ എവിടെ വരുന്നത്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വരുന്നത്. അപ്പൊ ഈ നാലാമത്തെ അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4th മീറ്റിംഗ് ആയിരിക്കും. സ്റ്റാർട്ട് ചെയ്തിട്ട് ആഫ്റ്റർ സ്റ്റാർട്ടിംഗ് 4th മീറ്റിംഗ് ആയിരിക്കും. സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ഫസ്റ്റ് മീറ്റിംഗ് 90 സെക്കൻഡിൽ, നോർമലായിട്ടുള്ള 4th മീറ്റിംഗ് ആയിരിക്കും എവിടെ നടക്കുന്നത്? സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇപ്പോൾ ഒരു ഐഡിയ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ടത്. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾ ഇനി തെറ്റിക്കത്തില്ല. ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കണ്ടോ, അതായത് ഓരോ 22 ഫോർ എവരി 22.5 സെക്കൻഡ്സ് ഇവരെന്ത് ചെയ്യും? they are meeting. എന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്യുന്നു. ഓരോ 22 സെക്കൻഡിലും എന്ത് ചെയ്യുന്നു? ഒരു മീറ്റ്. ഇതാണ് കൺസെപ്റ്റ് എന്നുള്ളത്. നിങ്ങളുടെ മാത്സ് സ്ട്രോങ് ആക്കാൻ ഏറ്റവും വേണ്ടത് കാൽക്കുലേഷൻ, അതുപോലെ കൺസെപ്റ്റ് വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. കാൽക്കുലേഷൻ്റെ വീഡിയോയും എല്ലാം ചെയ്തിട്ടുണ്ട്, അതെല്ലാം കാണും. ഇനി നമുക്ക് വിവിധ എക്സാമ്പിളിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Ali and Badal start from the same position and at the same time in a 1200 meter circular race with the speed തന്നിട്ടുണ്ട്. Find after how much time they will meet again on the track for the first time when they are running in the same direction. ആൻസർ പറഞ്ഞു. ഇത് CHSL 2021 ക്വസ്റ്റ്യൻ ആണ്. പല സ്ഥലത്തുനിന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. യെസ്, കിട്ടാവുന്നത് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് സോഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. യെസ്, അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. കുറേ പേര് നിങ്ങൾ ആൻസർ പറഞ്ഞു കാണും, മനസ്സിലാക്കിയ ഒരു ആൻസർ പറഞ്ഞു കാണും. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1200 മീറ്റർ ആണ് നമ്മളുടെ ആ ഒരു റേസിന്റെ ലെങ്ത്. രണ്ടുപേര് തുടങ്ങുന്നു. ഒരാൾ 27 km/h ഒരാൾ 45 km/h. ഇവിടെ 45 km/h എന്ത് ചെയ്യുന്നു? ഓടുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഹൗ മച്ച് ടൈം ദേ വിൽ മീറ്റ് അഗെയിൻ ഓൺ ദ ട്രാക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം മീറ്റിംഗ് ആണ്, സ്റ്റാർട്ടിംഗ് പോയിന്റിലെ മീറ്റിംഗ് അല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ആൻസർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം മീറ്റിംഗ് ആണ്. എന്താണ്? 1200 മീറ്റർ ആണ് ആ ഡിസ്റ്റൻസ്, ഡിവൈഡഡ് ബൈ രണ്ടുപേരും സെയിം ഡയറക്ഷനിലായതുകൊണ്ട് എന്ത് ചെയ്യണം? അവരുടെ സ്പീഡ് കുറയ്ക്കണം. ഒരു റൗണ്ടിന്റെ ഗ്യാപ്പ് വേണം. സെയിം ഡയറക്ഷനിലായതുകൊണ്ട് 45 - 27 km/h 18 km/h. അപ്പോൾ 1200 മീറ്റർ ഡിവൈഡഡ് ബൈ 18 km/h എന്ന് പറഞ്ഞാൽ 5 m/s ആണ്. കാണാതെ പഠിക്കേണ്ട വാല്യൂ ആണ്. എൻ്റെ ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അതിനെ m/s ആക്കാം. km/h m/s ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കും. അപ്പോൾ 5 m/s എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 240 സെക്കൻഡ് എന്ന് കിട്ടും. 240 സെക്കൻഡിൽ എന്ത് ചെയ്യും? അവർ ഫസ്റ്റ് ടൈം മീറ്റ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇത്രയൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ടോ? കൺസെപ്റ്റ് ഇത്രയും പഠിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ പഠിപ്പിച്ച ഒരാൾക്ക് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ 1200 മീറ്റർ ഉണ്ട്, 27:45 ആണ് സ്പീഡ്, സെയിം ഡയറക്ഷനിലാണ്, ഫസ്റ്റ് ടൈം ആണ് മീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1200 ഡയറക്റ്റ് എഴുതുക. 1200/18 5 m/s 240 ഇത്ര എഴുതിയിട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ പോയാലേ ഒരാൾക്ക് ജോലിയിലോട്ട് കയറാൻ പറ്റും, അല്ലെങ്കിൽ സെറ്റായിട്ട് പരീക്ഷ എഴുതി പാസ്സാവാൻ പറ്റും. ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ആദ്യം പഠിക്കുമ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൽ എക്സാമിന് പോയി ചെയ്യേണ്ട വഴി ഇതല്ല. ഇതാണ് എക്സാമിന്റെ മെത്തേഡ്. അതും കൂടെ ഇതിന്റെ കൂടെ പഠിച്ചു പോകും. ബേസിക് ആയിട്ട് പഠിക്കുന്നവർ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. അടുത്ത ദിവസം ഞാൻ ഓപ്ഷൻ തരാം. ഓപ്ഷൻ തരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുമോ നോക്കേ. ഓപ്ഷൻ എ 3600 സെക്കൻഡ്, ഓപ്ഷൻ ബി 2400 സെക്കൻഡ്, ഓപ്ഷൻ സി 4200 സെക്കൻഡ്, ഓപ്ഷൻ ഡി 1800 സെക്കൻഡ്. ചെയ്താലോ? ക്വസ്റ്റ്യൻ നോക്കൂ. 4 runners started running simultaneously from a point on a circular track. They took 400 seconds, 600 seconds, 720 seconds and 900 seconds to complete one round. One round കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം ഓൾറെഡി തന്നേക്കാണ്. സമയം തന്നെയാണ് തന്നിട്ടുള്ളത്, സ്പീഡൊന്നും തന്നിട്ടില്ല. ആഫ്റ്റർ ഹൗ മച്ച് ടൈം ഡിഡ് ദേ മീറ്റ് അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ ദ ഫസ്റ്റ് ടൈം സിൻസ് ദ റേസ് സ്റ്റാർട്ടഡ്? റേസ് തുടങ്ങി എപ്പോഴാണ് അവർ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്? എത്ര സമയത്താണ്? ഡയറക്റ്റ് നമ്മൾ പഠിച്ചതല്ലേ. അതായത് ഓരോരുത്തരും എടുക്കുന്ന സമയമാണ് തന്നത്. അതായത് 400 സെക്കൻഡ് എടുക്കുന്നു പിന്നെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ, 600 സെക്കൻഡ് എടുക്കുന്നു മറ്റവൻ, മൂന്നാമത്തെ 720 സെക്കൻഡ് എടുക്കുന്നു ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ, മറ്റവൻ 900 എടുക്കുന്നു. ഇതിന്റെ എല്ലാ എൽസിയം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അവരെല്ലാവരും കൂടെ ഒരുമിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഫസ്റ്റ് ടൈം വരുന്ന ഒരു സമയം കിട്ടും. ഇതിന്റെ എൽസിയം എടുക്കും. ഓപ്ഷൻ നോക്കിയാൽ പോലെ എൽസിയം 400 600 എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓപ്ഷൻ 3600 400 മൾട്ടിപ്പിൾ ആണ്, 600 ആണ്, 722 900 2400 ഒരിക്കലും 900 മൾട്ടിപ്പിൾ അല്ല, 4200 900 മൾട്ടിപ്പിൾ അല്ല, പിന്നെ 1800 720 മൾട്ടിപ്പിൾ അല്ല.
ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ LCM ആയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച LCM മെത്തേഡ് വഴി LCM കണ്ടുപിടിക്കാം. ഏകലവ്യ വിഭജിച്ച് ചെയ്താണ്. അടുത്ത ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തു. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. 3 persons PQR run along a circular track at speed of 3 km/h, 4 km/h, 6 km/h respectively. If the length of the track is 36 km, then after how much time will they meet again at the starting point? ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫസ്റ്റ് ടൈം അറ്റ് എനിവെയർ ആയിരുന്നെങ്കിൽ കുറച്ച് വർക്ക് ചെയ്യേണ്ടി വന്നേ. പക്ഷെ എന്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റിലെ സമയം ചോദിച്ചത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ സമയം ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? നമ്മളുടെ ഒരു LCM കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം? ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമാണ്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം ഓരോ ക്വസ്റ്റ്യൻ. അപ്പോൾ പിയും ക്യൂവും ആർ 3 പേര്, 2 3 പേര്. പി 3 km/h, മറ്റവൻ ക്യൂ 4, 6 6 km. പി ക്യൂ ഇതാണ് ഇവരുടെ സ്പീഡ്. ആ ഒരു ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 36 km. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ LCM ആണ്. അപ്പോൾ എക്ക് ഒരു റൗണ്ടിന് എടുക്കുന്ന സമയം അല്ലെങ്കിൽ പിക്ക് ഒരു റൗണ്ട് എടുക്കുന്ന സമയം 36 എത്രയാണ്? 3 12 മണിക്കൂർ. ടൈം ഓഫ് ക്യൂവിന് ഒരു റൗണ്ട് എടുക്കുന്ന സമയം 36/4 9 മണിക്കൂർ. സമയം ടി ആറിന് എടുക്കുന്ന സമയം 36/6 മണിക്കൂർ. ഇതിന്റെ എല്ലാത്തിൻ്റെ കൂടെ LCM വേണം. LCM എത്രയാണ്? 18 അല്ല 24 അല്ലല്ലോ 36 12 9 6 LCM 36. LCM ഞാൻ നിങ്ങളെ ഓൾറെഡി പഠിപ്പിച്ചതാണ്. ഇതാണ് LCM എന്ന് പറയുന്നത്. അപ്പൊ എന്ത് കിട്ടും? ഇവര് സ്റ്റാർട്ട് ചെയ്തിട്ട് 36 മണിക്കൂറിൽ എന്ത് ചെയ്യും? എല്ലാവരും കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. ഇനി ചിലപ്പോൾ ചോദിക്കും അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് ക്വസ്റ്റ്യൻ എ ആണ്. ക്വസ്റ്റ്യൻ ബി ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും. ഈ 36 മണിക്കൂറിൽ കാണുമ്പോൾ പി എത്ര റൗണ്ട് ഓടി കാണും? 3 റൗണ്ട് കറങ്ങി കാണും. ക്യൂ എത്ര പോയി കാണും? 9 മണിക്കൂറാണ് ഒരു റൗണ്ടിന്. 36 മണിക്കൂറിൽ 4 റൗണ്ട് പോയി കാണും. ഇത് റൗണ്ട്സ്. ഇവിടെ 6 മണിക്കൂറിൽ ഒരു റൗണ്ട് എങ്കിൽ 36 മണിക്കൂറിൽ 6 റൗണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര റൗണ്ട്? ഫസ്റ്റ് ടൈം till they meet at the starting point, how many rounds they completed to all together. ടോട്ടൽ എത്ര റൗണ്ട്സ് ഉണ്ട്? 3 4 7 6 13 റൗണ്ട്സ് അവർ എന്ത് ചെയ്താണ്? കംപ്ലീറ്റ് ആണ്. ചിലപ്പോൾ ഇനി അടുത്ത ടൈപ്പുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കും. അപ്പോൾ ക്വസ്റ്റിനകത്ത് വലിയ പാടായിട്ടുള്ള കാര്യമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ 2:28 PM, ഓപ്ഷൻ ബി 2:08 PM, ഓപ്ഷൻ സി 2:38 PM ആൻഡ് ഓപ്ഷൻ ഡി 2:18 PM. ഈ ക്വസ്റ്റ്യൻ SSC GD എക്സാമിന് 2022 ചോദിച്ചു. SSC GD 2022 23 നടന്നത്. അന്ന് ചോദിച്ചാണ്. GDക്ക് വരെ നല്ല ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു എക്സാമിന് നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റത്തില്ല. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കി. P takes 12 minutes to complete one round of a circular track and R takes 18 minutes to complete the same round. നമുക്ക് ഒരു റൗണ്ടിനുള്ള ടൈം കിട്ടി. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കും. ഇഫ് ദേ സ്റ്റാർട്ട് അറ്റ് ദ സെയിം ടൈം ഫ്രം ദ സെയിം പോയിന്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ അറ്റ് 12:30 PM 12:00 അവർ സ്റ്റാർട്ട് ചെയ്തു. ദെൻ അറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈംസ് വിൽ ദേ മെറ്റ് അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ സെയിം ഡേ. എത്ര സിമ്പിൾ ആണ് നോക്കി. അപ്പൊ അവർ 12:30 12:30 ഉച്ചയ്ക്ക് 12:30 എന്ത് ചെയ്തു? ഇവർ സ്റ്റാർട്ട് ചെയ്തു. ഇനി അവർക്ക് എത്ര ടൈം എടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പി 12 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും? ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കും. ക്യൂ 18 മിനിറ്റ് കൊണ്ട് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കും. അതായത് അവരുടെ LCM എടുത്തു കഴിഞ്ഞാൽ 12ന്റെയും 18ന്റെയും LCM ആയിട്ടുള്ള 36 മിനിറ്റിൽ എന്ത് ചെയ്യും? അവര് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ചോദിച്ചത് ദെൻ അറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈം, ഈ താഴെയുള്ള ഏത് ടൈമിലായിരിക്കും അവർ കണ്ടുമുട്ടുന്നത്. അപ്പൊ 12:30 കഴിഞ്ഞിട്ട് അവരെവിടെയൊക്കെ മീറ്റ് ചെയ്യും? 12:30 സ്റ്റാർട്ട് ചെയ്തു. അടുത്ത 36 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തും. 36 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണി 6 മിനിറ്റ്. അത് ഓപ്ഷനിലുണ്ടോ? ഇല്ല. അടുത്ത 36 മിനിറ്റ് 1 മണി 42 PM 1:42. ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഇത് ഫസ്റ്റ് ടൈം, ഇത് സെക്കൻഡ് ടൈം. അതൊന്നും ഓപ്ഷൻ ഇല്ല. അടുത്ത 36 പിന്നെ കൂട്ടണം. ഇതിന്റെ കൂടെ 36 കൂടും. 36 കൂടുമ്പോൾ എത്ര വരും? 78 വരും. അതായത് 2 മണി 60 വരെ പോയി, ബാക്കി 18 മിനിറ്റ്. 2 മണി 18 മിനിറ്റിൽ എന്ത് ചെയ്യും? അവർ തേർഡ് ടൈം മീറ്റ് ചെയ്യും. അത് ഓപ്ഷനിലുണ്ടോ? 2 മണി 18 മിനിറ്റ് ഉണ്ട്. 2:18 അവർ എന്ത് ചെയ്താണ്? മീറ്റ് ചെയ്താണ്. ഫസ്റ്റ് ടൈം അല്ല ചോദിച്ചത്, സെയിം ഡേയിൽ എപ്പോ? ഫോളോയിങ് ടൈംസ് ദേ മെറ്റ് അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ സെയിം ഡേ. ക്വസ്റ്റ്യന്റെ ആ ഒരു ചേഞ്ച് മനസ്സിലായി. നമുക്ക് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്ന എവിടെയാണ്? 1 മണി 6 മിനിറ്റിലാണ്. ഉച്ചയ്ക്ക് 1 മണി 6 മിനിറ്റിലാണ്. പക്ഷെ അത് ഓപ്ഷനിലില്ല. നമ്മൾ ചോദിച്ചേക്കുന്നത് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നതല്ല. ഓരോ LCMലും എന്ത് ചെയ്യും? LCM എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മീറ്റിംഗ് തന്നെ പോലെ ഓരോ 36 മിനിറ്റിലും ഓരോ സെയിം ഇന്റർവെല്ലും എന്ത് ചെയ്യും? വീണ്ടും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടേയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് സെറ്റ് ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഫോർത്ത് ടൈം. ഇപ്പൊ ചിലപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. ഫോർത്ത് മീറ്റിംഗ് എപ്പോഴാണ്? ടൈം എപ്പോഴാണ്? ഫോർത്ത് മീറ്റിംഗിന്റെ ടൈം എപ്പോഴാണ്? ഫോർത്ത് മീറ്റിംഗ് ടൈം എപ്പോഴാണ്? ഇതിന്റെ കൂടെ 36 കൂട്ടണം. 2:54 PM.
രണ്ടാം പത്തിയാലും കഴിയുമ്പോഴായിരിക്കും ഫോർത്ത് മീറ്റിംഗ്. സിക്സ്ത് മീറ്റിംഗ് എപ്പോഴാണ്? നിങ്ങളൊന്ന് ഹോംവർക്ക് ആയിട്ട് പറയാം. സിക്സ്ത് മീറ്റിംഗ്, ഇവരുടെ സിക്സ്ത് മീറ്റിംഗ് ടൈം ഏതാണ്? സെയിം ഡേയിൽ. അത് കമന്റ് ആയിട്ട് പറയാം. സ്വന്തമായിട്ട് ചെയ്തിട്ട് കമന്റ് ആയിട്ട് പറയാം. എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇനി അടുത്തത്. യെസ്, യെസ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവര് 12:30 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. 12:30 PM സ്റ്റാർട്ട് ചെയ്തത്. 12:30 PM സ്റ്റാർട്ട് ചെയ്തത്. ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും. ക്വസ്റ്റ്യൻ at 6:30 PM they will have completed dash rounds, not dash rounds. They will have meted 4 dash times. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ, എത്ര ടൈം അവർ മീറ്റ് ചെയ്തതാണ്? 6:30 ആകുമ്പോഴത്തേക്ക്. അപ്പോൾ വളരെ സിമ്പിൾ അല്ലേ? ഓരോ 36 ടൈം അറ്റ് സ്റ്റാർട്ടിംഗ് എത്ര കിട്ടും? ഓരോ 36 മിനിറ്റിലും എന്ത് ചെയ്യുന്നുണ്ട്? അവർ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 12:30 മുതൽ 6:30 വരെ, 6:30 PM വരെ എത്ര മണിക്കൂറുണ്ട്? 6 മണിക്കൂറുണ്ട്. അപ്പോൾ 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 മിനിറ്റ് ഉണ്ട്. അപ്പോൾ 360 മിനിറ്റിൽ ഓരോ 36 മിനിറ്റിലും എന്ത് ചെയ്യും? അവർ ഒരു വട്ടം കാണുന്നുണ്ട്. അങ്ങനെ 10 ടൈംസ് അവർ എന്ത് ചെയ്താണ്? 10 ടൈംസ് അവർ കണ്ടു. അങ്ങനെയും വേണമെങ്കിൽ ചോദിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈപ്പ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എൻ്റെ ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ 42.5, ഓപ്ഷൻ ബി 43.4, ഓപ്ഷൻ സി 46.2, ഓപ്ഷൻ ഡി 45.6. സ്വന്തമായിട്ടൊന്ന് ചെയ്തിട്ട് ഒന്ന് ആൻസർ ഇപ്പോൾ പറയാൻ പറ്റും നോക്കി. സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ പറ്റും നോക്കി. ഇനി എത്ര വലിയ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. യെസ്, ചെയ്യാൻ പറ്റും നോക്കി. യെസ്, ചെയ്യാമോ? ആൻസർ വയ്ക്കും. ഓക്കെ, ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 5 students A, B, C, D and E start at the same time in the same direction in a jogging around a circular path in the playground. A completes the rounding 231 seconds. അപ്പോൾ എക്ക് സമയം എടുക്കുന്നത് എത്രയാണ്? 230 സെക്കൻഡ് എടുക്കും റൗണ്ടിന്. ബിക്ക് സമയമാണ് 126 സെക്കൻഡാണ്, ടൈമാണ്. സ്പീഡുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. സിക്ക് 252 സെക്കൻഡ് എടുക്കും. ഡിക്ക് 198 സെക്കൻഡ് എടുക്കും. ഇക്ക് 132 സെക്കൻഡ് എടുക്കും. സ്റ്റാർട്ടിങ് അറ്റ് ദ സെയിം പോയിന്റ്. ആഫ്റ്റർ വാട്ട് ടൈം വിൽ ദേ അഗൈൻ അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യാൻ ഉള്ള ടൈം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം എന്ത് വേണം? LCM. LCM ഞാൻ നിങ്ങൾ ഓൾറെഡി പഠിപ്പിച്ചാണ്. എങ്ങനെയാണ് LCM എടുക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. കാൽക്കുലേഷൻ സെറ്റ് ആയെങ്കിലേ പറ്റും. അപ്പോൾ ഇതിന്റെ LCMന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനകത്ത് കോമൺ ആയിട്ട് എന്തുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ 126, 252 ഓൾറെഡി വെട്ടുന്നതാണ്. ഇതിലെല്ലാം എന്തുണ്ട്? നോക്കുമ്പോൾ തന്നെ ഇതിനകത്ത് 11 ഉണ്ട്. ഇതിനകത്ത് 11 ഇല്ല. ഇതിനകത്ത് 11 ഇല്ല. ഇതിനകത്ത് 11 ഉണ്ട്. ഇതിനകത്തും 11 ഉണ്ട്. അപ്പോൾ 11 ഞാൻ മാറ്റി നിർത്തി. 11 മാറ്റി നിർത്തിയിട്ട് ഈ 126 ഓൾറെഡി 252 പോകും. പിന്നെ 126 എടുക്കേണ്ട ആവശ്യമില്ല. 252 എടുത്താൽ 252 ഞാൻ എടുത്തു. 252 എടുത്താൽ കാര്യം 11 ഇതിലുണ്ട്. 252 11 ഇല്ല. 11 മാറ്റിയെടുത്തു. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ 11 മാറ്റി കഴിഞ്ഞാൽ എത്ര വരും? 11 × 2 21. ഇപ്പൊ 252 ഓൾറെഡി എന്തുണ്ട്? 21 ഉണ്ട്. പിന്നെ 231 എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് LCM ആയിക്കോളും. 198 നിന്ന് 11 മാറ്റി കഴിഞ്ഞാൽ 11 × 19. 11 × 19 അല്ലോ, 18. 11 × 18 180, 18. അപ്പോൾ 11 ഓൾറെഡി എടുത്തു. 252 18 ഉണ്ടോ? യെസ്, 18 ഓൾറെഡി ഉണ്ട്. അപ്പോൾ 198 എടുക്കേണ്ട ആവശ്യമില്ല. 132 എടുത്താൽ 11 × 12 11 ഓൾറെഡി എടുത്തു. 252 ഓൾറെഡി 12 ഉണ്ട്. 12 ഉണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? 252. ഈ ഒരു 11 × 252 എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിൽ എന്തുണ്ട്? എല്ലാം ഉണ്ട്. എല്ലാത്തിൻ്റെയും മിനിമം ആയിട്ടുള്ള എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് LCM.
ഈ ക്വസ്റ്റ്യൻ LCM കണ്ടുപിടിക്കാറുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. LCMന്റെ ക്ലാസ് ALY ബാച്ച് ഉണ്ട്, അത് കാണുക, കാൽക്കുലേഷൻ ഡെയിലി ചെയ്യും. അങ്ങനെ ചെയ്താലേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 11×252 ഇത്രയും സെക്കൻഡ് ആണ് നമ്മുടെ LCM. ഇപ്പൊ സെക്കൻഡിനെ നമുക്ക് എന്താ വെച്ചിരിക്കുന്നത് മിനിറ്റിലാക്കുമെങ്കിൽ ബൈ 60 ചെയ്യും. 11×262 252/60. നമുക്ക് എന്ത് ചെയ്യാൻ വേണം, ചുമ്മാ ചെയ്യാവുന്നേ ഉള്ളൂ. 4 കൊണ്ട് വേണമെങ്കിൽ വെട്ടാം, അല്ലെങ്കിൽ ഞാനിത് കാൽക്കുലേഷൻ ചെയ്യുകയാണ്. 11 ചുറ്റുമ്പോൾ ഇവിടെ 2 11 മൾട്ടിപ്ലൈ 2 7 ഷോർട്ട് കട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 2 എഴുതി 5 2 7 5 2 7 നമ്മുടെ കാൽക്കുലേഷൻ കാണിക്കാനല്ല വന്നത്. ബൈ 60 ചെയ്യുമ്പോൾ ഇവിടെ 4 37 6 46 വരുന്ന ഓപ്ഷൻ ചെയ്തുണ്ട്. ഓപ്ഷൻ സി ഉള്ളൂ, കഴിയും. 46 പോയിന്റ് സംതിങ് വരും. ഓപ്ഷൻ സി എന്ത് ചെയ്യാം, ഓക്കെ. ഇത്രയും മിനിറ്റ്. അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിളും ചെക്ക് ചെയ്യാം. കാര്യം 6 താഴെ 6 ആണ്. 11ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് അപ്രോക്സിമേറ്റ് ആണെന്ന് പറഞ്ഞില്ല. 9 ഇല്ല, ഇവിടെ 8 5 ഇല്ല, ഇവിടെ 6 11ന്റെ മൾട്ടിപ്പിൾ ആണ്. അത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് ആൻസർ കൊടുക്കും. അപ്പൊ ഇവിടെ ഞാൻ കാൽക്കുലേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു കൺസെപ്റ്റ് മനസ്സിലാക്കുക, കാൽക്കുലേഷൻ നന്നായിട്ട് ചെയ്തെങ്കിലേ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ പോലും ഡൗട്ട് ഇല്ലാതെ ചെയ്യും. ക്വസ്റ്റ്യൻ ഓക്കെ. ഇവിടെ പറയുന്നത് എയും ബിയും സിയും റൺസ് ഓൺ ക്യൂ സർക്കുലർ സർക്കുലർ ട്രാക്ക്. സർക്കുലർ ട്രാക്ക് ഓഫ് 800 മീറ്റർ. സ്പീഡ് ഓഫ് ABC തന്നിട്ടുണ്ട് 20 26 33. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1. When will they meet for the first time? When will they meet for the first time? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, നിങ്ങൾ കാണുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇവിടെ 3 പേരുണ്ട്, എയും ബി സി. എയും ബിയും മാത്രം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒന്ന് ട്രൈ ചെയ്തോട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കി. ഈ ട്രൈ ചെയ്യാൻ പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ചിട്ട് ഒരാൾ ആൻസർ അത് പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങൾക്ക് വലിയ എഫക്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്വന്തമായിട്ട് ട്രൈ ചെയ്യാൻ പറയുന്നത്. ഒന്ന് ട്രൈ ചെയ്തേ. ഞാൻ അപ്പോഴത്തേക്ക് ഫിഗർ ഒന്ന് പഠിച്ച് കാണിച്ചു തരാം. കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. വരും പ്രോബബിലിറ്റി. നിങ്ങൾക്ക് പ്രയാസം എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി 3 ക്ലാസ് ചെയ്തിട്ടുണ്ട്. പ്രോബബിലിറ്റി അത് കണ്ടാൽ പിന്നെ നിങ്ങൾ വേറെ എവിടെയും പോകണം. അതുപോലെ തന്നെയാണ് സർക്കുലർ റേസ്, ലീനിയർ റേസും ചെയ്യും. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യൂവിനനുസരിച്ചൊക്കെ ഞാൻ എന്ത് ചെയ്യാം നോക്കാം. ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യനകത്ത് പറയുന്നത് കുറച്ച് പേർക്ക് കിട്ടി കാണും, കുറച്ച് പേർക്ക് കിട്ടി കാണും. 800 മീറ്റർ ആണ് നമ്മളുടെ ആ ഒരു റേസിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. സ്പീഡ് തന്നിട്ടുണ്ട് എയും ബി സിയും. എയുടെ സ്പീഡ് 3 പേര് സെയിം ഡയറക്ഷനിലാണെന്ന് വെച്ചോ. സെയിം ഡയറക്ഷൻ, വേറെ ഒന്നും പറഞ്ഞു ഓപ്പോസിറ്റ് പറഞ്ഞില്ലാത്തതുകൊണ്ട് നമുക്ക് സെയിം ഡയറക്ഷൻ ഉദ്ദേശിക്കാം. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സെയിം എടുത്താൽ എ ബി സി. എയുടെ സ്പീഡ് 20, മറ്റവൻ്റെ 26 മീറ്റർ പെർ സെക്കൻഡ്, മറ്റവൻ്റെ 33 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം എന്താ, ഇപ്പൊ 3 പേരുണ്ട്. അപ്പൊ നേരത്തെ 2 പേരുള്ളായിരുന്നെങ്കിൽ എന്താ നമ്മൾ ചെയ്തേ, അവർ തമ്മിലുള്ള ഗ്യാപ്പ് ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തു. ഡിവൈഡ് ബൈ അവർ സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഡിഫറൻസ് എടുത്തു, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ സം എടുത്തു, ഡിഫറൻസിൽ സം എടുത്തു. ഇവിടെ അങ്ങനെ ഒരു പരിപാടി നടക്കത്തില്ല. കാരണം എന്താ, ഇവിടെ 3 പേരുണ്ട്, 3 പേഴ്സൺ. 3 പേരോ 4 പേരോ ആയാലും ആരാണ് ഇവിടെ ഫാസ്റ്റ് ആയിട്ടുള്ളത്, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളത്? 3 പേരാകുമ്പോൾ ഫാസ്റ്റസ്റ്റ് പറയാം. സി ആണ് ഫാസ്റ്റസ്റ്റ്. 3 പേരും ഫാസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, ഫാസ്റ്റസ്റ്റ് സി ആണ് ഫാസ്റ്റസ്റ്റ്. അതായത് 33 മീറ്റർ ആണ് ഒരു സെക്കൻഡിൽ അവൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ, നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ. അപ്പൊ സി ആണ് ഇവിടെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ആള്. സി എന്ത് ചെയ്യും, 33 മീറ്റർ പോകും ഒരു സെക്കൻഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സി എ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ടൈം സിക്ക് എ മീറ്റ് ചെയ്യാനുള്ള ടൈം. അപ്പോൾ സി ഇവർ 3 പേര് പോകുമ്പോൾ എ ഓടുന്നു, സി ഓടുന്നു. അപ്പൊ സിക്ക് എ പിടിക്കാനുള്ള അല്ലെങ്കിൽ മീറ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നേരത്തെ പോലെ തന്നെ ഒരു റൗണ്ടിന്റെ ഗ്യാപ്പ് വേണം, ഡിവൈഡഡ് ബൈ സെയിം ഡയറക്ഷനിലായതുകൊണ്ട് അവരുടെ സ്പീഡ് 33 മൈനസ് എയുടെ സ്പീഡ് 20. അതായത് 800/13 സെക്കൻഡിലായിരിക്കും എന്ത് ചെയ്യുന്നത്, സി എ മീറ്റ് ചെയ്യുന്നത് ഫോർ ദ ഫസ്റ്റ് ടൈം. അതുപോലെ തന്നെ സിക്ക് ആരെ മീറ്റ് ചെയ്യണം, ബി എ മീറ്റ് ചെയ്യണം. കാര്യം സി ആണ് ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഓടുന്നത്. അപ്പൊ 800 ആണ് ഡിസ്റ്റൻസ്, ഡിവൈഡ് ബൈ സിയുടെ സ്പീഡ് മൈനസ് ടിയുടെ സ്പീഡ് 26. അതായത് 800/7 സെക്കൻഡിലാണ് എന്ത് ചെയ്യുന്നത്, സി ബി എ കാണുന്നത്. ഇവർ 3 പേരോടെ മീറ്റ് ചെയ്യണമെങ്കിലോ, ഇവർ 3 പേരോടെ മീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ LCM, അതായത് ടൈം ഓഫ് സിയും എയും ബിയും കൂടെ മീറ്റ് ചെയ്യുന്നത് പറയാൻ എന്തായിരിക്കും, സി എ മീറ്റ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ട് 800/13 സെക്കൻഡിലായിരിക്കും. മറ്റവൻ മീറ്റ് ചെയ്യുന്നത് 800/7 സെക്കൻഡിലായിരിക്കും സി ബി എ മീറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവർ ഒരുമിച്ച് മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ രണ്ടിന്റെയും മൾട്ടിപ്പിൾ. ഓരോ 800/13 സി എ മീറ്റ് ചെയ്യും, ഓരോ 800/7 സെക്കൻഡ് ആകുമ്പോഴും സി ബി എ മീറ്റ് ചെയ്യും.
അപ്പോൾ ഇവര് രണ്ടുപേരുടെ കൂടെ കോമൺ ആയിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവർ മൂന്ന് പേരോട് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് കാര്യം നമുക്ക് ഇതേ അറിയത്തുള്ളൂ. നമുക്ക് രണ്ടുപേരുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം, മൂന്ന് പേരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ സി എയും ബി എ ഒരുമിച്ച് മീറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിന്റെ രണ്ടിന്റെ LCM LCM ഓഫ് ആ ഒരു 800/13, 800/8. ഇതിന്റെ LCM കണ്ടുപിടിക്കാൻ അറിയാം എത്രയാണ്, 800ന്റെ LCM ഓഫ് ന്യൂമറേറ്റർ 800/HCF ഓഫ് ഡിനോമിനേറ്റർ 13ന്റെ HCF എത്രയാണ്, 1 ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതായത് 800 സെക്കൻഡിൽ എന്ത് ചെയ്യും, 800 സെക്കൻഡിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത്. മൂന്ന് പേരുടെ എയും ബിയും സിയും കൂടെ മീറ്റ് ചെയ്യുന്നത്. അടിപൊളി ക്വസ്റ്റൻ ആണ്, കൺസെപ്റ്റ് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ മൂന്ന് പേര് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ആള് ബാക്കി രണ്ടുപേരെയും കണ്ടുപിടിക്കാനുള്ള ടൈം കണ്ടുപിടിക്കുക. അവരിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ ഏതോ ഒരു സ്ഥലത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, 800 സെക്കൻഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, 800 സെക്കൻഡ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഇവർ മൂന്ന് പേരുടെ മീറ്റ് ചെയ്യും. അത് കണ്ടുപിടിക്കുന്ന എങ്ങനെ, ഓരോരുത്തരുടെയും ടൈം എടുത്തിട്ട് സി എ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ആള് മറ്റേ ആളെ കണ്ടുപിടിക്കാനുള്ള ടൈം, ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ആള് മറ്റേ ആളെ കണ്ടുപിടിക്കാനുള്ള ടൈം, രണ്ട് ടൈം എടുക്കുക. അതിന്റെ LCM എടുക്കുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്, അവർ മൂന്ന് പേരുടെ ഫസ്റ്റ് ടൈം എന്ത് ചെയ്യുന്നത്, മീറ്റ് ചെയ്യുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. അടുത്ത, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഈച്ച് വൺ ടു മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യാൻ അവർ ഡിസ്റ്റൻസ് എന്താണ് എടുത്തത്. ഡിസ്റ്റൻസ് എടുത്തെന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ ഞാൻ ഫസ്റ്റ് മീറ്റിംഗ് ആയിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവരുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് മീറ്റിംഗ് അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, എക്ക് എടുക്കുന്ന ടൈം ഓഫ് എ എത്രയായിരുന്നു, എത്രയായിരുന്നു 20 സെക്കൻഡ്, 20, 26, 31 അല്ലേ. ഇപ്പൊ ടൈം ഓഫ് എ എന്ന് പറഞ്ഞാൽ 800/20 40 സെക്കൻഡ് എടുക്കും. ടൈം ഓഫ് ബി എന്ന് പറഞ്ഞാൽ 800/ബിയുടെ സ്പീഡ് 26 ആയിരുന്നു, 800/26 നമുക്ക് 400/13 കൊടുക്കാം. ടൈം ഓഫ് സി എത്രയായിരുന്നു, 800/33. അപ്പൊ ഇതിന്റെ എല്ലാ LCM എത്രയാണ്, LCM ഓഫ് ന്യൂമറേറ്റർ 800 ആണ്. HCF ഓഫ് ഡിനോമിനേറ്റർ 1 ആണ്. അപ്പൊ 800 സെക്കൻഡ് തന്നെ എന്ത് ചെയ്യും, അവർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യും. സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ഇവരെല്ലാവരും കൂടെ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് മീറ്റിംഗ് ചെയ്യുന്നത്. അതിന് പ്രശ്നമൊന്നുമില്ല, ഫസ്റ്റ് മീറ്റിംഗ് ആയിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് പ്രശ്നമൊന്നുമില്ല. ടൈം എടുത്തിട്ട് 3 പേരോ 4 പേരോ ആയിക്കോട്ടെ LCM എടുത്തത്. ഫസ്റ്റ് മീറ്റിംഗ് അറ്റ് എനി വെയർ ആണ് അങ്ങനെ ചെയ്യട്ടെ. ഇവിടെ 800 സെക്കൻഡിലാണ്. അപ്പോൾ അവർ ഫസ്റ്റ് മീറ്റിംഗ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ. അത് മനസ്സിലായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഈച്ച് വൺ ടു മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, എല്ലാവരും ഒരേ ഡയറക്ഷനിൽ, സെയിം ക്വസ്റ്റ്യൻ തന്നെ. സ്പീഡ് തന്നിട്ടുണ്ട്, എന്തായാലും 20, 26, 33 സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പൊ മീറ്റിംഗ് ടൈം എന്താണ്, സെയിം ആണ്. അതായത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവരെല്ലാവരും കൂടെ സ്റ്റാർട്ട് ചെയ്തു, എയും ബി സിയും കൂടെ. ഒന്ന് ആലോചിച്ച് നോക്കും, എ ബി സിയും കൂടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് അവരെവിടെയോ പോയി മീറ്റ് ചെയ്യണം, സ്റ്റാർട്ടിംഗ് പോയിന്റിലോ എവിടോ. നമുക്ക് ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടി, നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും കറങ്ങി ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യണം. അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ മീറ്റ് ചെയ്യുന്ന ഇത് മീറ്റിംഗ് പോയിന്റ് ആണെന്ന് വെച്ചോ, ഫസ്റ്റ് മീറ്റിംഗ് പോയിന്റ് എയും ബിയും സി. വേറൊരു കേസാണെന്ന് വെച്ചാൽ എ ബി സി. അപ്പൊ ഈ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ മീറ്റിംഗ് പോയിന്റ് വരെയുള്ള ടൈം എന്താണ്, ടൈം ഇവിടെ സെയിം ആണ്. സമയം എന്താണ്, എല്ലാവർക്കും ഒരേപോലത്തെ സമയം എടുത്തത്. അവരുടെ സ്പീഡ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഡിസ്റ്റൻസ് മാറും. അപ്പൊ ആ സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും എന്ന് പറയുന്നത് അവരുടെ ഡിസ്റ്റൻസ് പറയുന്നത് ഈ സമയത്ത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സ്പീഡിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 20, 26, 33. ഇത് തന്നെ ആയിരിക്കത്തില്ല അവർ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിന്റെ റേഷ്യോ. കാര്യം ടൈം എന്താണ്, സെയിം ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു റേസ്, ഒരു ഓട്ടം തുടങ്ങുന്നു. ഒരു ഓട്ടത്തിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിന്റെ ആ ഒരു ബുള്ളറ്റ് അല്ലെങ്കിൽ ആ ഒരു വെടിവെച്ച കേട്ടു, ഒരാൾ ഫിനിഷ് ചെയ്യുന്നു, ഫസ്റ്റ് ഒരാൾ റിബൺ ഇതാക്കി ഫിനിഷ് ചെയ്യുന്നു. അപ്പൊ ആ സമയം വരെ നമ്മൾ നോക്കുവാണെങ്കിൽ, ഫിനിഷ് ചെയ്ത ആൾ വരെ നോക്കുവാണെങ്കിൽ എന്താണ്, ടൈം സെയിം ആണ്. അപ്പൊ ടൈം സെയിം ആകുമ്പോൾ സ്പീഡിന്റെ റേഷ്യോ തന്നെ ആയിരിക്കും. കൂടുതൽ സ്പീഡുള്ളവൻ എന്ത് ചെയ്യും, കൂടുതൽ ദൂരം. സ്പീഡിന്റെ റേഷ്യോ തന്നെ ആയിരിക്കും, ഡിസ്റ്റൻസിന്റെ റേഷ്യോ തന്നെ ആയിരിക്കും. 20, 26, 33 തന്നെ ആയിരിക്കും. ഓപ്ഷൻ ബി എന്ത് ചെയ്യാം, ആൻസർ. ഓക്കെ. അപ്പോൾ അവര് ഇനിയിപ്പം വേറെ ക്വസ്റ്റ്യൻ, ഇഫ് ദേ മീറ്റ് ഫോർ ദ 100th ടൈം, 100ാമത്തെ ടൈം മീറ്റ് ചെയ്യുമ്പോഴും വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ്, വാട്ട് വിൽ ബി ദ ratio of distance covered by them എന്തെന്നായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. കാര്യം അവിടുന്ന് 100ാമത്തെ ടൈം വരെ പോകുമ്പോഴും സ്റ്റാർട്ട് ചെയ്തത് ഒരേ സമയത്താണ്. അങ്ങനെയാണെങ്കിൽ ടൈം എന്തായിരിക്കും, സെയിം ആയിരിക്കും. സ്പീഡിന്റെ റേഷ്യോ ഡിസ്റ്റൻസ് റേഷ്യോ സെയിം ആയിരിക്കും. ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും. 20, 26, 33 തന്നെയായിരിക്കും. നല്ല കൺസെപ്റ്റ് ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. സെയിം മെത്തേഡ് ആണ്. ക്ലിയർ ആയത്? യെസ്. അടുത്ത ഇത് നമ്മൾ ചെയ്തു. എത്രയാണ് കിട്ടിയത്, 20, 26, 33. സെയിം ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, എ ആൻഡ് ബി റൺ 12 കിലോമീറ്റർ പേസ്. ഞാൻ ഓപ്ഷൻ എഴുതുമ്പോഴത്തേക്കും ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് ആൻസർ കമന്റ് ആയിട്ട് പറഞ്ഞു. ഓപ്ഷൻ എ 2400 സെക്കൻഡ്. ഫുൾ ആയിട്ട് ഒറ്റ ഇരിപ്പ് തന്നെ ഈ ക്ലാസ് തീർക്കുക കേട്ടോ. പെൻഡിങ് വെച്ചേക്കരുത്. ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക സ്വന്തമായിട്ട്. 8400 സെക്കൻഡ്. വീണ്ടും കാണാം, 9600 സെക്കൻഡ്.
ഓപ്ഷൻ ഡി 108.00 സെക്കൻഡ്. ക്വസ്റ്റ്യൻ നോക്കൂ, ഒന്ന് ചെയ്തിട്ട് പറഞ്ഞു. കുറച്ച് വലിയ ക്ലാസ് ആയിരിക്കും, കുഴപ്പമില്ല. ശരി പറഞ്ഞു. ഇതുവരെ പഠിച്ചു വെച്ചിട്ട് പറയാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ നോക്ക്. എ ആൻഡ് ബി റൺ എ 12 കിലോമീറ്റർ റേസ് ഓൺ എ സർക്കുലർ ട്രാക്ക് ഓഫ് ലെങ്ത് 1200 മീറ്റർ. 12 കിലോമീറ്റർ റേസ് ആണ്, 1200 മീറ്റർ ആണ് ഒരു ട്രാക്കിന്റെ ലെങ്ത്. ദേ കംപ്ലീറ്റ് വൺ റൗണ്ട് ഇൻ 300 സെക്കൻഡ് ആൻഡ് 400 സെക്കൻഡ് റെസ്പെക്ടീവ്ലി. ആഫ്റ്റർ ഹൗ മച്ച് ടൈം ഫ്രം ദ സ്റ്റാർട്ട് വിൽ ദ ഫാസ്റ്റർ പേഴ്സൺ മീറ്റ് ദ സ്ലോവർ പേഴ്സൺ ഫോർ ദ ലാസ്റ്റ് ടൈം? ഫസ്റ്റ് ടൈം അല്ല, ലാസ്റ്റ് ടൈം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നോക്കേ, ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1200 മീറ്റർ ആണ് റേസ് ഉള്ളത്, അത് നമുക്കൊരു ഗുണമായി. അപ്പൊ ഇവിടെ ഇങ്ങനെ 120 1200 മീറ്റർ ഉള്ള ഒരു ട്രാക്കാണ്. 12 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 12,000 മീറ്റർ ആണ്. അതായത് ഇങ്ങനെ 10 റൗണ്ട് എന്ത് ചെയ്യണം, ഇവർ ഓടണം. 10 റൗണ്ട്സ് ഓടിയാലേ എന്താവത്തുള്ളൂ, ഒരാളെങ്കിലും ജയിക്കത്തുള്ളൂ. ഫസ്റ്റ് ജയിക്കുന്ന ആൾക്ക് എന്ത് വേണം, 10 റൗണ്ട് ഓടണം. അപ്പോൾ എ എന്ന് പറയുന്ന ആള്, എയും ബിയും സെയിം ഡയറക്ഷനാണ്. റേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സെയിം ഡയറക്ഷനാണ്, എയും ബി. അപ്പൊ എ എന്ന് പറയുന്ന ആള് എത്ര സെക്കൻഡ് എടുക്കും? ഒരു റൗണ്ടിന് 300 സെക്കൻഡ് എടുക്കും. 300 സെക്കൻഡ് എടുക്കും. ബി എന്ന് പറയുന്ന ആള് ഒരു റൗണ്ടിന് എത്ര എടുക്കും? 400 സെക്കൻഡ് എടുക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജയിക്കുന്ന ആരായിരിക്കും? ബി ആയിരിക്കും ജയിക്കുന്നത്. ഒരു പ്രശ്നമില്ല. ഫാസ്റ്റർ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ബി ആണ്. ബി ആണ് ഫാസ്റ്റർ. കാര്യം അവൻ സോറി ഫാസ്റ്റർ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എ ആണ് ജയിക്കുന്നത്. എ ആണ് ജയിക്കുന്നത്. എക്കല്ലേ 300 സെക്കൻഡ് എടുക്കത്തുള്ളൂ, സെക്കൻഡാണ്. എ ആണ് ഫാസ്റ്റ്. എ ഫാസ്റ്റർ ആയതുകൊണ്ട് എ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടെ ജയിക്കുന്നത്. എ ആയിരിക്കും വിന്നർ എന്ന് പറഞ്ഞാൽ എ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ എൽസിയം 300ന്റെ 400 എൽസിയം എത്രയാണ്? 1200 ആണ്. അപ്പൊ 1200 സെക്കൻഡിൽ എന്ത് ചെയ്യും ഇവർ ഫസ്റ്റ് മീറ്റ്? അപ്പൊ ഇവിടെ ആഫ്റ്റർ ഹൗ മച്ച് ടൈം ഫ്രം ദ സ്റ്റാർട്ട് വിൽ ദ ഫാസ്റ്റർ പേഴ്സൺ മീറ്റ് ദ സ്ലോവർ പേഴ്സൺ ഫോർ ദ ലാസ്റ്റ് ടൈം? അപ്പൊ 400 300 ആയതുകൊണ്ട് 1200 സെക്കൻഡിൽ എന്ത് ചെയ്യും അവർ സ്റ്റാർട്ടിംഗ് പോയിന്റ് മീറ്റ് ചെയ്യും. ഓക്കെ, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 1200 ഡിവൈഡഡ് ബൈ ഇവരുടെ എന്താ ഡിഫറൻസ് 100. യെസ്, 1200 സെക്കൻഡിൽ എന്ത് ചെയ്യും അവര് മീറ്റ് ചെയ്യും, ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യും. 2400 സെക്കൻഡിൽ സെക്കൻഡ് ടൈം മീറ്റ് ചെയ്യും സ്റ്റാർട്ടിംഗ് പോയിന്റ്. 3600 സെക്കൻഡിൽ തേർഡ് ടൈം മീറ്റ് ചെയ്യും. 4800 സെക്കൻഡിൽ ഫോർത്ത് ടൈം മീറ്റ് ചെയ്യും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താ? ഇവിടെ നമുക്ക് 10 റൗണ്ട് ആകുമ്പോഴത്തേക്കും ആരെങ്കിലും ഒരാൾ 10 റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കളി തീരും അല്ലെങ്കിൽ ഓട്ടം തീരും. ഇവൻ 300 സെക്കൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഇവന് 10 റൗണ്ട് കംപ്ലീറ്റ്, ഇവനായിരിക്കും ജയിക്കുന്നത്, എ ആയിരിക്കും ജയിക്കുന്നത്. കുറച്ച് സമയം കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ദൂരം പോകും. കുറഞ്ഞ സമയം എടുക്കുന്നുള്ളൂ ഒരു റൗണ്ടിന്. അപ്പൊ ഇവൻ 10 റൗണ്ടിന് കംപ്ലീറ്റ് ആക്കാൻ എത്ര സമയം എടുക്കും? ഇവന് 300 സെക്കൻഡ് ഒരു റൗണ്ട് വെച്ച് 3000 സെക്കൻഡിൽ എന്ത് ചെയ്യും ഇവൻ ഫിനിഷ് ചെയ്യും. ഇവന് 4000 സെക്കൻഡ് വേണം. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3000 സെക്കൻഡിന് താഴെ, 3000 സെക്കൻഡ് താഴെ ആയിരിക്കും ആൻസർ. 3000 സെക്കൻഡ് താഴെയുള്ള ഓരോ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. അതായിരിക്കും ആൻസർ. അത് നമുക്ക് വേണമെങ്കിൽ സയന്റിഫിക് ആയിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ 3000 സെക്കൻഡ് മാക്സിമം ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് ടൈം അവർ 1200 സെക്കൻഡ് കണ്ടുപിടിക്കുമ്പോഴും സെക്കൻഡ് ടൈം ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴായിരിക്കും? ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കേസ് 2400. ഇവിടെ തൊട്ട് താഴോട്ടുള്ളത് നമ്മൾ നോക്കണം. 2400 സെക്കൻഡിൽ എന്ത് ചെയ്യും അവര് ഫാസ്റ്റർ പേഴ്സൺ എന്ത് ചെയ്യും, സ്ലോവർ പേഴ്സണെ മീറ്റ്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് മീറ്റ് ചെയ്യുന്നത് കണ്ടുപിടിച്ച. മനസ്സിലായത്? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റൻ ഓപ്ഷൻ തരുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ പറ്റും നോക്കി. ഓപ്ഷൻ എ 180 കിലോമീറ്റർ, ഓപ്ഷൻ ബി 240 കിലോമീറ്റർ, ഓപ്ഷൻ സി 300 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 360 കിലോമീറ്റർ. ചെയ്യാൻ പറ്റും നോക്കി. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? 3 men A, B and C start together from same place to walk around an island 60 kilometer in circumference. ആ ദൂരമാണ് സർക്കുലർ, ആ ഒരു പാത്തിന്റെ ദൂരം. They walk in the same direction, A at the rate of 5 km/h, B at the rate of 4 km/h and C at the rate of 3 km/h. How much distance will A cover when they all meet together for the first time? ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസ് എ കവർ ചെയ്ത? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു 60 കിലോമീറ്റർ ദൂരമുള്ള ഒരു ട്രാക്കാണ് അല്ലെങ്കിൽ വാക്കിംഗ് ഫീൽഡാണ്. എയും ബിയും സിയും ഇതേ ഡയറക്ഷനിൽ പോവുകയാണ്. എയുടെ സ്പീഡ് 5, ബിയുടെ 4, സിയുടെ 3 km/h. അപ്പൊ ഇവര് ഫാസ്റ്റ് ആയിട്ടുള്ള ആരാ? ഇവിടെ 3 പേരുണ്ട്. ഫസ്റ്റ് ടൈം മീറ്റിംഗ് ആണ്. ഫസ്റ്റ് ടൈം മീറ്റിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഫസ്റ്റ് ടൈം മീറ്റ് ആണെങ്കിൽ ഫാസ്റ്റസ്റ്റ് ആരാണ്? എ ആണ് ഫാസ്റ്റസ്റ്റ്. ആദ്യം എന്ത് ചെയ്യണം നമ്മൾ? ടൈം ഓഫ് എ സി എ മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എ ബി എ മീറ്റ് ചെയ്യണം. എ സി എ മീറ്റ് ചെയ്യാൻ എത്ര എടുക്കും? 60 ആണ് ഗ്യാപ്പ്, ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഓഫ് ദ സെയിം ഡയറക്ഷനാണ് അവർ മൂവ് ചെയ്യുന്നത്.
60/5 - 3 5 - 3 സിയുടെ 3 2 അതായത് 30 സെക്കൻഡ് എടുക്കും എക്ക് സി എം മീറ്റ്. സെക്കൻഡിലെ മണിക്കൂറാണ്, കിലോമീറ്റർ പെർ അവറിലാണ് ഇല്ലെന്നത്. സെക്കൻഡിലെ മണിക്കൂറാണ് 30 മണിക്കൂർ. ഒരു ടൈം ഓഫ് എക്ക് ബി എ മീറ്റ് ചെയ്യാനോ 60 ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ 5 - 4 1 അതായത് 60 മണിക്കൂർ. അപ്പോൾ ടൈം ഓഫ് എയും ബിയും സിയും കൂടെ മീറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇവരുടെ എൽ സി എമ്മിലായിരിക്കും. കാര്യം രണ്ടുപേരും നേരത്തെ നമ്മൾ ചെയ്തതാണ് 30 60 എൽ സി എം ആയിട്ടുള്ള 60 മണിക്കൂറിലായിരിക്കും എന്ത് ചെയ്യുന്നത് അവർ ഫസ്റ്റ് ടൈം എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഇത് സ്റ്റാർട്ട് ചെയ്ത് 60 മണിക്കൂർ കഴിഞ്ഞിട്ട്. ഈ 60 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചോദിച്ചെന്താ? ഹൗ മച്ച് ഡിസ്റ്റൻസ് വിൽ എ കവർ വെൻ ദേ ഓൾ മീറ്റ് ടുഗദർ ഫോർ ദ ഫസ്റ്റ് ടൈം? അപ്പോൾ 60 മണിക്കൂറിൽ എയുടെ സ്പീഡ് എത്രയാണ്? എത്ര കിലോമീറ്റർ പെർ അവർ? 5 കിലോമീറ്റർ. അപ്പോൾ ഒരു മണിക്കൂറിൽ 5 കിലോമീറ്റർ വെച്ച് 60 മണിക്കൂറിൽ അവ എത്ര ഓടും? 60 × 5 എയുടെ ഡിസ്റ്റൻസ് 60 × 5 300 കിലോമീറ്റർ. 300 കിലോമീറ്റർ ആണ് ആര് കവർ ചെയ്യുന്നത്? എ കവർ ചെയ്യുന്നത് ഫസ്റ്റ് ടൈം അവർ മീറ്റ് ചെയ്യും. മനസ്സിലായോ ഈ ക്വസ്റ്റ്യൻ? ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ പഠിച്ച ആ ഒരു ഫസ്റ്റ് ടൈം മീറ്റിംഗിന്റെ ടൈം കണ്ടുപിടിച്ചിട്ട് കുറച്ചുകൂടെ എന്ത് ചെയ്തു? എക്സ്ട്രാ ആയിട്ട് ചെയ്തു. അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത SSC GD യെസ് ഒന്നും ചെയ്തേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചെയ്യാം. പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ലേറ്റസ്റ്റ് ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. യെസ്, ഈ ക്വസ്റ്റ്യൻ ഓക്കെ. ഇൻ എ സർക്കുലർ റേസ് ഓഫ് 5000 മീറ്റർ സ്റ്റാർട്ടിംഗ് ഫ്രം ദ സെയിം പോയിന്റ്, ദ സ്പീഡ്സ് ഓഫ് 2 contestants A and B are 36 km/h and 57 km/h respectively. The difference between time taken in seconds to meet for the first time when they are running in the opposite direction and when they are running in the same direction. Difference between time ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഒരു സർക്കുലർ ഇതുകൊണ്ട് 5 കിലോമീറ്ററിന്റെ ഇതാണ്. ഇപ്പൊ രണ്ടുപേരും സെയിം ഡയറക്ഷനിൽ പോയാൽ ഒരു തന്നെ 36ഉം ഒരു തന്നെ 57ഉം. 36 54 ആണെങ്കിൽ അവൻ ഫസ്റ്റ് ടൈം എടുക്കുന്ന സമയം, ഡിഫറൻസ് ബിറ്റ്വീൻ ടൈം ടേക്കൺ ടു മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പം സെയിം ഡയറക്ഷനിലാണെങ്കിൽ എത്ര സമയം എടുക്കും? 5 കിലോമീറ്റർ ആണ് ടൈം എന്ന് പറയുന്നത് T1. 5 കിലോമീറ്റർ ആണ്. 5 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഓഫ് സ്പീഡ് 57 - 36 18 കിലോമീറ്റർ പെർ അവർ, അല്ലെങ്കിൽ 5000 മീറ്റർ ഡിവൈഡഡ് ബൈ 18 കിലോമീറ്റർ പെർ എന്ന് പറഞ്ഞാൽ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 5000/5 1000 സെക്കൻഡ് എടുക്കും ടൈമാണ്. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലോ രണ്ടുപേരാണ്ട് വളരെ സിമ്പിൾ ആയല്ലേ? 3 പേരായപ്പോൾ നമുക്ക് ഫാസ്റ്റസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കണം. ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലോ ഒരുത്തനും ഇങ്ങോട്ടും ഒരുത്തനും ഇങ്ങോട്ടും. 36 ഇങ്ങോട്ട് 57 ഇങ്ങോട്ടാണെങ്കിൽ ടൈം എത്രയാണ്? ടൈം 2 ആണ്. 5000 ഡിവൈഡഡ് ബൈ 36 + 57 36 + 56 എഴുതേണ്ട ആവശ്യമില്ല, 90. അതായത് 90 മീറ്റർ പെർ സെക്കൻഡ്. 5000 ഡിവൈഡഡ് ബൈ 5000 മീറ്റർ ബൈ 90 കിലോമീറ്റർ പെർ അവർ. 18 കിലോമീറ്റർ പെർ അവർ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 90 മീറ്റർ പെർ സെക്കൻഡ്. 90 കിലോമീറ്റർ പെർ എന്ന് പറയുമ്പോൾ 25 മീറ്റർ പെർ സെക്കൻഡ്. 25 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 200 സെക്കൻഡ്. അപ്പോൾ 1000 സെക്കൻഡ് ആണ് T1, 200 സെക്കൻഡ് ആണ് T2. ഓപ്പോസിറ്റ് ആകുമ്പോൾ അതിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 1000 - 200 എത്രയാണ്? 300 സെക്കൻഡ്. ഇനി ഈ ടൈപ്പ് ക്വസ്റ്റ്യനൊന്നും നിങ്ങൾക്ക് ഒരു പ്രയാസവും കാണില്ല എന്ന് എനിക്ക് ഉറപ്പും. അത് കമന്റ് ആയിട്ട് പറയാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന്റെ ഓപ്ഷൻ ഉണ്ട് 13. ഇത് ഫേസ് 9 SSC ഫേസ് 9 എക്സാം 2022 നടന്ന എക്സാം ആയിരിക്കും. എയും ബിയും റൺ ഓൺ എ സർക്കുലർ പാത്ത് ഓഫ് പെരിമീറ്റർ 1200 മീറ്റർ അറ്റ് ഡിഫറൻറ്റ് സ്പീഡ്. പെരിമീറ്റർ എത്രയാണ്? ഇതിന്റെ പെരിമീറ്റർ ടോട്ടൽ ഡിസ്റ്റൻസ് 1200 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് എയും ബിയും. ഇഫ് ദേ സ്റ്റാർട്ട് അറ്റ് ദ സെയിം ടൈം ആൻഡ് ഫ്രം ദ സെയിം പ്ലേസ് ബട്ട് റൺ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടും എയും ബിയും ആണെന്ന് വെച്ചോ. ദേ മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 3 മിനിറ്റ്സ്. 3 മിനിറ്റിൽ എന്ത് ചെയ്യും? അവർ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യും. 3 മിനിറ്റിൽ മീറ്റ് ചെയ്യുന്ന ടൈമാണ്. ടൈം ഇതാണ് 3 മിനിറ്റ്. ഇഫ് ദ സ്പീഡ് ഓഫ് ബി 10.8 ആണ്. വാട്ട് ഇസ് സ്പീഡ് ഓഫ് എ? വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ സ്പീഡ് ഇവിടെ എന്ത് കിട്ടി? ഡിസ്റ്റൻസ് എന്ത് കിട്ടി? 1200 മീറ്റർ ഡിവൈഡ് ബൈ ടൈം എത്ര ആണെന്നുള്ളത് 3 മിനിറ്റ് ആണ്. 3 മിനിറ്റ് ആണ്. പക്ഷെ 400 മീറ്റർ പെർ മിനിറ്റ്. അപ്പൊ 400 മീറ്റർ പെർ മിനിറ്റിനെ എനിക്ക് കിലോമീറ്റർ പെർ അവർ ആക്കാം. 400 മീറ്റർ പെർ മിനിറ്റ് ആണ്. മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ 1000 കൊണ്ട് വിളിക്കുക. മണിക്കൂറിനെ 400 മീറ്റർ പെർ മിനിറ്റ് അല്ലേ വരുന്നത്? യെസ്, 400 മീറ്റർ പെർ മിനിറ്റ്. നമുക്കിവിടെ ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം മീറ്റർ പെർ മിനിറ്റ്. ഓക്കെ, മീറ്റർ പെർ മിനിറ്റ്. ഇതിനെ എന്ത് ചെയ്യണം? എനിക്ക് കിലോമീറ്റർ പെർ അവർ ആക്കാം. മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം.
1000 കൊണ്ട് ഡിവൈഡ് ചെയ്യും. മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ 1000 ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ബൈ മിനിറ്റ് ആണ്, മിനിറ്റിനെ മണിക്കൂറാക്കാം, ബൈ 60 ആണ്. ഇപ്പൊ 60 അങ്ങ് മേലും ബൈ താഴെയുള്ള 60 അങ്ങ് മേലും പോകും, 60 മേലെ വന്നു. ഇപ്പൊ 3 പോയി 24 കിലോമീറ്റർ പെർ മിനിറ്റ്. അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് വേണമെങ്കിൽ പഠിച്ചു വെക്കാം. 50 നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, 18 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ 50 മീറ്റർ പെർ മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ പെർ അവർ. ഇതേപോലെ ചെയ്താൽ 60/1000 മൾട്ടിപ്ലൈ ചെയ്താൽ അങ്ങനെയാണെങ്കിൽ 400 എന്ന് പറഞ്ഞാൽ 400 മീറ്റർ പെർ മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതേ ഗുണം 8 ആണ്, ഇതേം ഗുണം 8 ചെയ്യാം, 24 കിലോമീറ്റർ പെർ. അങ്ങനെയും ചെയ്യും. നിങ്ങളുടെ കാൽക്കുലേഷൻ ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സ്പീഡ് 26 കിലോമീറ്റർ. അപ്പൊ ഈ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ റിലേറ്റീവ് സ്പീഡാണ്. എന്തുകൊണ്ട് റിലേറ്റീവ് സ്പീഡ് ആവുന്നത്? ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടും. അപ്പൊ നമുക്ക് ഒരാളുടെ സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ A+B ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത് 24 കിലോമീറ്റർ പെർ അവർ. ഇത് ഓൾറെഡി ബിയുടെ സ്പീഡ് തന്നിട്ടുണ്ട് 10.8. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 24 നിന്നും എന്ത് കുറയ്ക്കണം? 10.8 കുറയ്ക്കണം. 24 മൈനസ് 10.8. 0.2 വരുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. 13.2 ഓപ്ഷൻ എ 13.2 ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അടുത്ത 2 പേഴ്സൺസ് എ ആൻഡ് ബി. ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ 40 മിനിറ്റ്, ഓപ്ഷൻ ബി 42 മിനിറ്റ്, ഓപ്ഷൻ സി 48 മിനിറ്റ്, ഓപ്ഷൻ ഡി 45 മിനിറ്റ്. ചെയ്യാൻ പറ്റും നോക്കാം. ശരി, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ പറയാൻ പറ്റുമോ നോക്കാം. കിട്ടുന്നുണ്ടോ? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കി, 2 പേഴ്സൺസ് A and B walking on a circular track of length 1200 meter at a speed of 40 meter per minute and 50 meter per minute respectively. Both of them start in same direction at the same time, but B reverses his direction every time he completes one full round. ഒരു ഫുൾ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ അവരെന്ത് ചെയ്യും? അവൻ തിരിയും. ആദ്യമേ ഓപ്പോസിറ്റ് പോയ ആൾക്കാർ, അടുത്ത സെയിം ഡയറക്ഷനിൽ പോയ ആൾക്കാർ ബി എന്ത് ചെയ്യും? തിരിയും. വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ഫോർ ദം ഫ്രം സ്റ്റാർട്ടിങ് ടു മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം കാണാൻ എത്ര സമയം എടുക്കും? കാരണം ബിയുടെ സ്പീഡ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ എന്താ കൺസെപ്റ്റ് എന്താ പറയുന്നത്? ഇതൊരു സർക്കുലർ റൗണ്ട് ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, നല്ലോണം റിവൈസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. 1800 മീറ്റർ ആണ് ഈ ഒരു ആ സർക്കുലർ പാത്തിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ ആരൊക്കെ പോകുന്നുണ്ട്? എയും ബിയും ഉണ്ട്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ എ എന്താ ചെയ്യുന്നത്? 40 മീറ്റർ പെർ മിനിറ്റിലാണ്. എ എപ്പോഴും അങ്ങോട്ട് ഈ ഡയറക്ഷനിൽ പോവാണ്. ബി 50 ആണ്, എ 40 ആണ്. 40 മീറ്റർ പെർ മിനിറ്റിലാണ് പോകുന്നത്. ബി എന്താ ചെയ്യുന്നത്? ബി ഇങ്ങനെ പോയി, ബി ഇങ്ങനെ കറങ്ങി പോയിട്ട് എവിടെയോ ചെല്ലും. ബി എവിടെയോ ചെല്ലുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ചെല്ലും. ബി സ്റ്റാർട്ടിംഗ് പോയിന്റ് ചെന്നിട്ട് എന്ത് ചെയ്യും? അങ്ങ് തിരിയും. ബി സ്റ്റാർട്ടിംഗ് പോയിന്റ് ചെന്നിട്ട് അങ്ങ് തിരിഞ്ഞ് ഇങ്ങോട്ട് വരും. എ എപ്പോഴും എന്ത് ചെയ്യുവാണ്? ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ എത്തി, ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്? എ ഇവിടുന്ന് ഇങ്ങനെ വന്ന എ ഇവിടെ വെച്ച് എന്ത് ചെയ്യും? ബി എ കാണും. എയും ബിയും കൂടെ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യുമെന്ന് വെച്ചു. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദം ഫ്രം സ്റ്റാർട്ടിംഗ് ടു മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം? അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എത്ര സമയം കൊണ്ട് എന്ത് ചെയ്യും? അവർ രണ്ടുപേരും കാണും. അപ്പൊ ഇവിടെ നോക്കേ, ഫസ്റ്റ് കേസിൽ ബിക്ക് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും? ബിക്ക് ടൈം ടേക്കൺ ഫോർ ബി ടു കംപ്ലീറ്റ് 1 റൗണ്ട് 1800 മീറ്റർ ഉണ്ട്. ഒരു മിനിറ്റിൽ 50 മീറ്റർ പെർ മിനിറ്റ് ആണ് അവൻ പോകുന്നത്. 1800/50 നമുക്ക് എത്ര കിട്ടും? 36 മിനിറ്റ് എടുക്കും. അതായത് 36 മിനിറ്റിൽ എന്ത് ചെയ്യുന്നത്? ബി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുന്നത് 36 മിനിറ്റിൽ. എക്ക് എത്ര സമയം എടുക്കും ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ? ടൈം ടേക്കൺ ഫോർ എ ടു കംപ്ലീറ്റ് 1 റൗണ്ട് എന്ന് പറഞ്ഞാൽ 1800 ഡിവൈഡ് ബൈ എയുടെ സ്പീഡ് 40 ആണ്. 180/4 എന്ന് പറയുമ്പോൾ 45 മിനിറ്റ് ആണ്. 45 മിനിറ്റ് ആണ് എക്ക് എന്ത് ചെയ്യാൻ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത്. പക്ഷെ നമുക്ക് എന്ത് വേണ്ട? 45 മിനിറ്റ് കംപ്ലീറ്റ് എടുക്കേണ്ടി വരത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും എന്ത് ചെയ്യും?
എയും ബിയും കൂടെ കാണും. അപ്പൊ നമ്മുടെ ആൻസർ 36 കൂടുതലാണ്, 45 കുറവാണ്. അപ്പൊ 45 അല്ല നമ്മുടെ ആൻസർ, അത് നിങ്ങൾക്ക് കുറവാണ്. 45 കുറവാണ്. 2 ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ്റെ 45 കൂടുതലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു, അത് മാർക്ക് ചെയ്തിട്ട് പോകായിരുന്നു, ക്വസ്റ്റ്യൻ വേറെ ഒന്നും ചെയ്യേണ്ട. ഇതൊക്കെ കൺസെപ്റ്റ് ആണ്, ഇതൊക്കെയാണ് ഐഡിയ എന്ന് പറയുന്നത്. കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എ ബി എന്ത് ചെയ്തു, 36 മിനിറ്റ് ചെയ്ത് എ ഇവിടെ 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 വല്ല എത്തി കാണത്തേ ഉള്ളൂ. എ ഇവിടെ എത്തിന്ന് വെച്ചു, 36 മിനിറ്റിൽ എ ഇവിടെ എത്തിന്ന് വെച്ചു, 36 മിനിറ്റ് ആയപ്പോൾ എ ഇവിടെ എത്തി. ഇനി കണ്ടീഷൻ മാറി, 36 മിനിറ്റിന് ശേഷം കളി മാറി. കളി മാറി എന്ന് പറഞ്ഞാൽ എന്താ, ഡയറക്ഷൻ മാറി. ബി ഇങ്ങോട്ടും വരുന്നു, എ അങ്ങോട്ടും പോകുന്നു. ഇപ്പൊ എന്താണ്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും, അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ 36 മിനിറ്റിൽ എ എത്ര ദൂരം സഞ്ചരിച്ചു അല്ലേ, എ എത്ര ദൂരം സഞ്ചരിച്ചു ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ ഇൻ 36 മിനിറ്റ്. 36 മിനിറ്റിൽ അവ എത്ര കവർ ചെയ്താണ്, 36 മിനിറ്റ് ഇൻറ്റു 1 മിനിറ്റിൽ എ കവർ ചെയ്യുന്ന എത്രയാണ്, 40 മീറ്റർ ആണ്, 40 മീറ്റർ പെർ മിനിറ്റ് ആണ്. 36 ഇൻറ്റു 40, 1440 മീറ്റർ ആര് കവർ ചെയ്തു, എ കവർ ചെയ്തു. അതായത് എ എന്ത് ചെയ്തു, ഇവിടുന്ന് സ്റ്റാർട്ടിങ് ചെയ്യുന്ന 1440 മീറ്റർ കവർ ചെയ്തു. ഇതിങ്ങനെ പറഞ്ഞു തരുന്നതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. നിങ്ങൾ സ്വന്തമായിട്ട് രണ്ടാമത്തോ മൂന്നാമത്തോ വട്ടം ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യും. അപ്പോൾ 1440 മീറ്റർ എന്ത് ചെയ്തു, കവർ ചെയ്തു. ഇനി ബാക്കി എത്ര ഡിസ്റ്റൻസ് ഉള്ളത്, 1800 മൈനസ് 1440 എത്രയാണ്, 360. 60ഉം 360 മീറ്റർ എന്തുള്ളൂ ബാക്കിയുള്ളൂ. ആ 360 മീറ്ററിലാണ്, ഇത് 360 മീറ്ററിലാണ് എന്ത് ചെയ്യുന്നത്, എയും ബിയും എന്ത് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്നത്. അപ്പൊ അതിന് എത്ര സമയം എടുക്കും, സെക്കൻഡ് ടൈം T2 എന്ന് പറഞ്ഞാൽ എത്ര സമയം എടുക്കും, 360 മീറ്റർ ആണ് അവർ തമ്മിലുള്ള ഗ്യാപ്പ്. അത് എയും ബിയും എന്ത് ചെയ്യുന്നു, ബി ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നു, എ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു. അവരുടെ ടോട്ടൽ സം ഓഫ് സ്പീഡ് 40ഉം 50ഉം 90 മീറ്റർ പെർ മിനിറ്റ്. അതായത് 4 മിനിറ്റ് കൂടെ എന്ത് ചെയ്യും, 4 മിനിറ്റ് കൂടെ എടുക്കും അവർക്ക് എന്ത് ചെയ്യാൻ, ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്ത് മീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ടോട്ടൽ ടൈം ടേക്കാണ്. നമ്മുടെ ആൻസർ അവിടെ എഴുതും. ഞാൻ ഇങ്ങനെ എഴുതിയത് മനഃപൂർവ്വമാണ്, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി. അപ്പോൾ ടോട്ടൽ ടൈം എത്ര കിട്ടും, ക്ലാസ് എഴുതാം. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 36 മിനിറ്റ് ബിക്ക് അവിടെ ചെല്ലാൻ, എന്നിട്ട് തിരിച്ച് വന്ന് കാണാൻ വേണ്ടി 4 മിനിറ്റ്. 36 4ഉം 40 മിനിറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവര് സ്റ്റാർട്ടിങ്ങിൽ നിന്നും ഫസ്റ്റ് ടൈം കാണുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ കേട്ട് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്നേ ഉള്ളൂ. ഇനി എക്സാമിന് ഇത്രയൊക്കെ ചെയ്യണോ വേണ്ട. 1500/40, മറ്റവന് 45 മിനിറ്റ് എടുക്കും, മറ്റവന് 36 മിനിറ്റ് എടുക്കും. അപ്പോൾ നമ്മുടെ ആൻസർ 36 കൂടുതലാണ്, 45 കുറവാണ്. 2 ഓപ്ഷൻ നമ്മൾ ഓൾറെഡി കളഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് 36 മിനിറ്റ് പോയി കഴിഞ്ഞാൽ, 36 മിനിറ്റിൽ എ എത്ര പോയി കാണും, 1440 പോയി, റിമൈനിങ് 360 ആണ്. അവര് 90-ൽ എത്ര സമയം എടുക്കും, 4 മിനിറ്റ് എടുക്കും. അപ്പോൾ 36 4 40 മിനിറ്റ് പരിപാടി കഴിയും. പക്ഷേ ഇങ്ങനെ ചെയ്യണമെങ്കിൽ സിമിലർ ടൈപ്പ് വന്നാൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നല്ല പ്രാക്ടീസ്, ഈ ക്വസ്റ്റ് ഒരു 10 വട്ടമെങ്കിലും ചെയ്തിട്ട് പോകണം. ചുമ്മാ പറയുന്നില്ല, ഒരു 5 വട്ടമെങ്കിലും ചെയ്തിട്ട് പോകണം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻ 20 സെക്കൻഡ് ചെയ്യും. ബാക്കിയുള്ളവർ ഇത് ചെയ്യാതെ പഠിക്കാതെ പോകുന്നവർ 1 മിനിറ്റ് 2 മിനിറ്റ് എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യത്തില്ല. ഇതാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കേട്ടോ, പഠിക്കാം. സെറ്റായെന്ന് വിശ്വസിക്കുന്നു. നല്ല ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓപ്ഷൻ തരുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും നോക്കി. ഓപ്ഷൻ എ 30 സെക്കൻഡ്. അപ്പം ഞാനിത് ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് എന്ത് ചെയ്യാം, പഠിക്കാം. എനിക്ക് ഇത്രയും സമയം എടുത്ത് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ന് പഠിക്കാം. അതുകൊണ്ട് ഒറ്റ സ്ട്രെച്ച് തന്നെ തീർക്കാൻ നോക്കുക. പഠിക്കുക, 2-3 വട്ടം കണ്ട് പഠിക്കുക, ഒരു പ്രശ്നമില്ല. സി 26 സെക്കൻഡ്, ഡി 28 സെക്കൻഡ്. SSC CHS വെച്ചാൽ മെയിൻസ് എന്ന് പറയുന്നില്ല ഞാൻ ഇതിനൊന്നും. Tier 2 മെയിൻസ് എന്ന് പറഞ്ഞാൽ 100 ക്വസ്റ്റ്യൻ്റെ പഴയ മെയിൻസ് ആണ് മെയിൻസ്. CHSL Tier 2 2022. ക്വസ്റ്റ്യൻ നോക്കാം. 2 ആൾക്കാർ എയും ബിയും സ്റ്റാർട്ടഡ് റണ്ണിംഗ് ഫ്രം ദ സെയിം പോയിന്റ് ഓൺ എ സർക്കുലർ ട്രാക്ക് ഓഫ് ലെങ്ത് 400 മീറ്റർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്ത് ഇനിഷ്യൽ സ്പീഡ് 10ഉം 40ഉം റെസ്പെക്റ്റീവ്ലി. വെനെവർ ദേ മീറ്റ്, എ സ്പീഡ് ഡബിൾസ് ആൻഡ് ബി സ്പീഡ് ഹാഫ്സ്. ആഫ്റ്റർ വാട്ട് ടൈം ഫ്രം ദ സ്റ്റാർട്ട് വിൽ ദേ മീറ്റ് ഫോർ ദ തേർഡ് ടൈം? തേർഡ് ടൈമിൽ എപ്പോഴാണ് അവർ മീറ്റ് ചെയ്യുന്നത്? ഇവിടെ നേരത്തെ പോലെ ഒരു കണ്ടീഷനാണ് തന്നിട്ടുള്ളത്. കണ്ടീഷൻ എന്താ, ഇങ്ങനെ ഒരു സർക്കുലർ ട്രാക്ക് ഉണ്ട്, 400 മീറ്ററിന്റെ ട്രാക്കാണുള്ളത്. എയും ബിയും എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് എ, ഇന്ന് ബി ആണെന്ന് വെച്ചോ. അവരെന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. എയും ബിയും. എയുടെ സ്പീഡ് എത്താണ്, 10, ബിയുടെ സ്പീഡ് 40. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗിന്റെ ടൈം എത്ര എടുക്കും? ഫസ്റ്റ് മീറ്റിംഗിന് സ്പീഡ് എന്ത് തന്നെയാണ്, 10ഉം 40ഉം ആണ്. ടൈം എത്ര എടുക്കും? ഡിസ്റ്റൻസ് ഒരു റൗണ്ട് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ബൈ 50, 8 സെക്കൻഡ് എടുക്കും. 8 സെക്കൻഡ് എടുക്കും ഫസ്റ്റ് മീറ്റിംഗിന്. സെക്കൻഡ് മീറ്റിംഗിൽ എന്താ സംഭവിക്കുന്നത്? വേറെ ഒന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. ഫസ്റ്റ് മീറ്റിംഗ് ചെയ്ത് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി, അവർ തമ്മിലുള്ള ഗ്യാപ്പ്. സെക്കൻഡ് മീറ്റിംഗിനോ സ്പീഡ് എന്തായി,
എയുടേത് ഡബിളായി 20ആയി, ബിയുടേത് ഹാഫായി, ബിയുടെ 20. ടൈം എത്ര എടുക്കും? 400 ഇപ്പോഴും ഒരു റൗണ്ട് ബൈ അവരുടെ സം ഓഫ് സ്പീഡ് 40, അതായത് 10 സെക്കൻഡ് എടുക്കാൻ എന്ത് ചെയ്യാൻ സെക്കൻഡ് മീറ്റിംഗ്. ഇനി തേർഡ് മീറ്റിങ്ങിന് സ്പീഡ് എന്തായി? എയുടേത് പിന്നെ ഡബിളായി 40ആയി, ബിയുടേത് പിന്നെ പകുതിയായി 10ആയി. ടൈം എത്ര എടുക്കും? 400 ഡിവൈഡ് ബൈ 40 50, അതായത് 8 സെക്കൻഡ് എടുക്കും. ക്വസ്റ്റ്യൻ എന്താ വെച്ചിരിക്കുന്നത്? ആഫ്റ്റർ വാട്ട് ടൈം ഫ്രം ദ സ്റ്റാർട്ട് ചെയ്തിട്ട് തേർഡ് ടൈം മീറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? അപ്പോൾ ആദ്യമേ ഫസ്റ്റ് മീറ്റിങ്ങിന് 8 സെക്കൻഡ്, സെക്കൻഡ് മീറ്റിങ്ങിന് 10 സെക്കൻഡ്, അടുത്ത മീറ്റിങ്ങിന് 8 സെക്കൻഡ്, അതായത് 16 10 26 സെക്കൻഡ് എടുക്കും എന്ത് ചെയ്യാൻ അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തേർഡ് ടൈം മീറ്റ് ചെയ്യാൻ. ഓപ്ഷൻസ് നല്ല ക്വസ്റ്റ്യൻ, നല്ല ആൻസർ. സെറ്റായല്ലോ. അടുത്ത ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതും CGL മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ, CGL ടാറ്റ് SSC CGL Tier 2 2022. 2022 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും നോക്കാം. ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ 22.5 മിനിറ്റ്, ഓപ്ഷൻ ബി 16 മിനിറ്റ്, ഓപ്ഷൻ സി 30 മിനിറ്റ്, ഓപ്ഷൻ ഡി 7.5. അങ്ങനെ ചെയ്യാം. Okay. Ram and Shyam are racing along a circular track. The speed of Ram is thrice the speed of Shyam. The length of circular track is 1440 meter. After the start of the race from the same point simultaneously, Ram meets Shyam for the first time at the end of 8th minute. If Ram and Shyam start the race again from the same starting point simultaneously, then the time taken by Shyam to finish the race is given that length of race is same as the length of the track. ഇപ്പോൾ ട്രാക്കിൻ്റെ ലെങ്ത് തന്നെ 1440 മീറ്റർ തന്നെയാണ് ആ റേസ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റിനകത്ത് വലിയ സംഭവമൊന്നുമില്ല. ഇത് നമ്മുടെ റേസിംഗ് ട്രാക്കാണ്. 1440 മീറ്റർ ആണ് റേസിന്റെ ദൂരം, അല്ലെങ്കിൽ ആ ട്രാക്കിന്റെ ദൂരം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വെച്ചോ. ശ്യാമുണ്ട്, അതുപോലെ രാമുണ്ട്. ഇപ്പോൾ പറയുന്നു ദ സ്പീഡ് ഓഫ് രാം ഈസ് ത്രൈസ് ദ സ്പീഡ് ഓഫ് ശ്യാം. ശ്യാമിന്റെ സ്പീഡ് x കൊടുത്താൽ ഇവന്റെ സ്പീഡ് 3x ആണ്. വേറെ വഴിയൊന്നുമില്ല, നമുക്ക് ഇവിടെ 1:3 ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, അങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല. ഇങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യും. അപ്പൊ ഇവിടെ പറയുന്നു ആഫ്റ്റർ ദ സ്റ്റാർട്ട് ഓഫ് റേസ് ഫ്രം സെയിം പോയിന്റ് simultaneously രാം മീറ്റ് ശ്യാം ഫോർ ദ ഫസ്റ്റ് ടൈം അറ്റ് ദ എൻഡ് ഓഫ് 8th മിനിറ്റ്. അപ്പൊ 1440 മീറ്റർ ഉള്ള ഇതില് 8 മിനിറ്റ് ഫോർ ദ അറ്റ് ദ എൻഡ് ഓഫ് ദ 8th മിനിറ്റ്. അപ്പൊ 1440 ഡിവൈഡഡ് ബൈ 8 ഞാൻ ചെയ്താൽ 1440 മീറ്റർ ബൈ 8 മിനിറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 180 180 മീറ്റർ പെർ മിനിറ്റ് കിട്ടും. അതിന്റെ അർത്ഥം എന്താ? ഇവര് രണ്ടുപേരും ഓപ്പോസിറ്റ് അല്ല, സെയിം ഡയറക്ഷനിൽ പോകുന്നു. അതിന് 3:1 എടുക്കാൻ കുഴപ്പമില്ല. അപ്പൊ ഇവിടെ ശ്യാമിന്റെയും രാമിന്റെയും സ്പീഡിന്റെ റേഷ്യോ എന്താണ്? ശ്യാമിൻ്റെത് 1 ആണെങ്കിൽ ഇവന്റെ 3 ആണ്. അപ്പൊ ഇത് രണ്ടും സെയിം ഡയറക്ഷനാണ്, അല്ലെ? എലോങ് രണ്ടും റേസിംഗ് ആയതുകൊണ്ട് സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷനിൽ ഈ ഒരു സ്പീഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരുടെ സ്പീഡിന്റെ ഡിഫറൻസ് ആണ്, അല്ലെ? മീറ്റ് ചെയ്യുന്ന ടൈം, ഫസ്റ്റ് മീറ്റിംഗിന്റെ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റൗണ്ടിൽ ഡിസ്റ്റൻസ് എടുത്തു ഡിവൈഡഡ് ബൈ ആ ടൈം എടുത്തു. ടൈം എടുക്കുമ്പോൾ എന്ത് കിട്ടി? നമുക്ക് അതിന്റെ ഡിഫറൻസ് ഓഫ് സ്പീഡാണ് കിട്ടും, അല്ലെ? ടൈം കണ്ടുപിടിക്കണമെങ്കിൽ 1440 ഡിവൈഡ് ബൈ ഡിഫറൻസ് ഓഫ് സ്പീഡ് ആണ്. അപ്പൊ ഡിഫറൻസ് ഓഫ് സ്പീഡാണ് 180. റേഷ്യോയിലെ 2 യൂണിറ്റ് ആണ് 180 മീറ്റർ പെർ മിനിറ്റ്. റേഷ്യോയിലെ 1 യൂണിറ്റ് കിട്ടി 90 മീറ്റർ പെർ മിനിറ്റ്. റേഷ്യോയിലെ 3 യൂണിറ്റ് കിട്ടി 3 × 90 270 മീറ്റർ പെർ മിനിറ്റ്. ഇവരുടെ സ്പീഡ് കിട്ടി. ശ്യാമിന്റെ സ്പീഡും കിട്ടി, രാമിന്റെ സ്പീഡും കിട്ടി. അപ്പോൾ റേഷ്യോ ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിപ്പിച്ചാണ്. ക്ലാസ് ഇതിനകത്ത് തന്നെ ഉണ്ട്, റെയിൽവേയുടെ ക്ലാസ് ഉണ്ട്. അതിനകത്ത് റേഷ്യോ കണ്ടാൽ മതി, നിങ്ങൾ സെറ്റാണ്. 1ന്റെ വാല്യൂ 90 ആണ്, 2ന്റെ വാല്യൂ 180 ആണ്, 1ന്റെ വാല്യൂ 90, ഇവന്റെ 270. നിങ്ങൾക്ക് ആരാ വേണ്ടുന്നത്? റേസ് രാം ആൻഡ് ശ്യാം സ്റ്റാർട്ട് അഗൈൻ ഫ്രം ദ സെയിം സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതായത് ഇതേ റേസിൽ തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. 1440 മീറ്റർ സ്പീഡ് കിട്ടി. ദെൻ ദ ടൈം ടേക്കൺ ബൈ ശ്യാമിന്റെ സ്പീഡ് എത്രയാണ്? 270 മീറ്റർ പെർ മിനിറ്റ് ആണ്. ഫിനിഷ് ദ റേസ്. അപ്പോൾ ടൈം എത്ര വരുന്നത്? അവന്റെ 1440 ഡിവൈഡ് ബൈ ശ്യാമിന്റെ സ്പീഡ് 90 ഡിവൈഡ് ബൈ ശ്യാമിന്റെ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ശ്യാമിന്റെ സ്പീഡ് 90 മീറ്റർ പെർ മിനിറ്റ് ആണ്. മീറ്റർ വെട്ടിപ്പോ 147/9 എത്രയാണ്? 16 140. അതായത് 16 മിനിറ്റ് എടുക്കും എന്ത് ചെയ്യാൻ? ശ്യാമിന് ആ ഒരു റേസ് കംപ്ലീറ്റ്. എത്ര സിമ്പിൾ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. 1440 ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടും. അത് ഡിഫറൻസ് ആണെന്ന് മനസ്സിലായി. 2ന്റെ വാല്യൂ ആണ്, 1ന്റെ വാല്യൂ നമുക്ക് 90 കിട്ടി. ആൻസർ 1440/90. പേന എടുക്കാതെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം, പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. ഞാനിത് പ്രാക്ടീസ് ബാച്ചിലാണെങ്കിൽ ഞാൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്തോളാം. പക്ഷെ ഇവിടെ നമ്മൾ കൺസെപ്റ്റ് ആണ് പഠിച്ചത്. ഈ ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം, നിങ്ങൾ ആലോചിച്ച് നോക്കും. ചെയ്യാൻ പറ്റും, അത് പ്രാക്ടീസ് മാത്രമാണ്. പലർക്കും പല ലെവലായിരിക്കും, ചിലർക്ക് ഇത് ഭയങ്കര പ്രയാസമായിരിക്കും,
പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഇത്രയും പഠിച്ചു വന്ന നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും, എവിടെ കണ്ടാലും ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ CHSന്റെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 3:05 PM. ഓപ്ഷൻ ബി ഒന്ന് ട്രൈ ചെയ്തിട്ട് പറഞ്ഞു 2:50 PM. ഓപ്ഷൻ സി 3 AM. ഓപ്ഷൻ ഡി 3 PM. എന്ത് കിട്ടും? ഇത് CHSL 2021 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കി. മലായ് വാക്സ് അറൗണ്ട് കുറെ കൂടി കണ്ടു കാണും. അറൗണ്ട് എ സർക്കുലർ ഫീൽഡ് at the rate of 7 rounds per hour while Neha runs around it at the rate of 11 rounds per hour. ഒരു മണിക്കൂർ 11 പോകും, ഇവൻ ഇവിടെ 7. They started in the same direction from the same point at 2:45 PM. They shall first cross each other. ഫസ്റ്റ് മീറ്റിംഗ് ആണ് വേണ്ടത്. 2:45 എന്ത് ചെയ്യുന്നു? ഇവര് സ്റ്റാർട്ട് ചെയ്യുന്നു. 2:45 PM സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പൊ ഇവരുടെ ഗ്യാപ്പ് എത്രയാണ്? ഇവൻ ഒരു മണിക്കൂറിൽ 11 റൗണ്ട് പോകും, മറ്റവൻ 7 റൗണ്ട് പോകും. അപ്പോൾ ഒരു മണിക്കൂറിൽ അവരുടെ ഗ്യാപ്പ് എത്രയാണ്? 11-4 4 റൗണ്ടിന്റെ ഗ്യാപ്പ് വരും. ഒരു മണിക്കൂറിൽ 4 റൗണ്ടിന്റെ ഗ്യാപ്പ് വരും. അല്ലെങ്കിൽ 60 മിനിറ്റ് എടുക്കും എന്ത് ചെയ്യാൻ? 60 മിനിറ്റ് എടുക്കും അവർ തമ്മിൽ 4 റൗണ്ടിന്റെ ഗ്യാപ്പ് വരും. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു തവണയെങ്കിലും മീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ തമ്മിലുള്ള ഗ്യാപ്പ് എത്ര ആയിരിക്കും? ആരെങ്കിലും ഒരാൾ സ്പീഡ് കൂടുതലാണ്, ഇവൻ സ്പീഡ് രണ്ടാമത്തെ മലായ് 7 റൗണ്ടേ പോകുന്നുള്ളൂ, നേഹ 11 റൗണ്ട്. അപ്പൊ നേഹയ്ക്ക് മലായക്കായി സ്പീഡുണ്ട്. ഞാൻ കൺസെപ്റ്റ് പറയുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നേഹ മലയെ പിന്നെ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവർ തമ്മിലുള്ള ഗ്യാപ്പ് എന്തായിരിക്കണം? ഗ്യാപ്പ് ഒരു റൗണ്ടിന്റെ ഗ്യാപ്പ് ആയിരിക്കണം. നമ്മൾ ആദ്യം പഠിച്ചത്. ഈ ക്വസ്റ്റ്യൻ മാത്രമായിട്ട് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഒരു റൗണ്ടിന്റെ ഗ്യാപ്പ് ആയിരിക്കും. ഞാൻ ആദ്യം കാണിച്ചതാണ്. അപ്പോൾ ഒരു റൗണ്ടിന്റെ ഗ്യാപ്പ് അവർ തമ്മിൽ ഉണ്ടാവണമെങ്കിൽ 4 റൗണ്ടിന് 60 മിനിറ്റ് ആണെങ്കിൽ ഒരു റൗണ്ട് എത്രയാണ്? 15 മിനിറ്റ്. അല്ലെങ്കിൽ 4 ഒന്നാവുമ്പോൾ 60 ഉണ്ടാവും. ഒരു റൗണ്ടിന് അവർക്ക് എത്ര വരും? 15 മിനിറ്റിന്റെ ഗ്യാപ്പ് വരും. അതായത് ഫസ്റ്റ് മീറ്റിങ്ങിന് അവർ എത്ര സമയം എടുക്കുന്നത്? 15 മിനിറ്റ് ടൈം എടുക്കും. ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ 2:45 സ്റ്റാർട്ട് ചെയ്തവര് 2:45ന്റെ കൂടെ 15 മിനിറ്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 മണിക്ക് എന്ത് ചെയ്യും? 3 PM ഒരു ഫസ്റ്റ് മീറ്റ് ചെയ്യും. ഓപ്ഷൻ സി 3 PM. 3 AM സോറി, ഓപ്ഷൻ സി അല്ല, സില്ലി മിസ്റ്റേക്ക് ആണ്. ചുമ്മാ തന്നേക്കോ അമ്മര് 3 AM തെറ്റിക്കാൻ വേണ്ടി തന്നേക്കോ. കണ്ടോ? 3 AM മാർക്ക് ചെയ്താൽ തീർന്നു. സില്ലി മിസ്റ്റേക്ക്. 3 PM എന്ത് ചെയ്യും? ഒരു മീറ്റ്. ഇത് സില്ലി മിസ്റ്റേക്ക്. അതും ശ്രദ്ധിച്ചോളാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഈ ക്വസ്റ്റ്യൻ ഇത് തെറ്റിക്കത്തില്ലല്ലോ. സെറ്റാണോ? ഇത് ഇതുവരെ പഠിച്ചത് സെറ്റാണ്? ഇതുവരെ പഠിച്ച ക്വസ്റ്റ്യൻസ് സെറ്റാണ്? കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്ന പറഞ്ഞു, കംപ്ലീറ്റ് ആയിട്ട് ചെയ്യും. ഗ്യാപ്പ് വെച്ചേക്കണ്ട. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും നോക്കി. യെസ്, ഒരുപാടൊന്നുമില്ല, തീർക്കാം. On a 1 kilometer long circular race track, A and B run in the same direction at 20 meter per second and 25 meter per second, and C runs in opposite direction at 30 meter per second. If all three start from the same point at the same time, then how many times A and C will have meet each other by the time all three of them meet for the first time? All three of them meet for the first time നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നോക്ക്, സാധാരണ ചെയ്ത് നോക്കിയത്, സാധാരണ ചെയ്തേ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കേ, ഇവിടെ എയും ബിയും എന്താണ്? സെയിം ഡയറക്ഷനാണ്. എ ഇങ്ങോട്ട് പോകുന്നു, ബി ഇങ്ങോട്ട് പോകുന്നു. എയും ബിയും. എയുടെ സ്പീഡ് 20 ആണ്, ബിയുടെ സ്പീഡ് 25 ആണ്. സി എന്താ ചെയ്യുന്നത്? സി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സി ഇങ്ങോട്ട് പോകുന്നു. എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഓൾ ത്രീ സ്റ്റാർട്ട് ഫ്രം ദ സെയിം പോയിന്റ്. ഈ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചു. Then how many times A and C will have meet each other by the time all three of them meet for the first time? അപ്പൊ എന്താണ് ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ സ്പീഡ് കൂടുതലുള്ള ആരാണ്? സി ആണ്. അപ്പോൾ വേറെ ഒന്നും നോക്കണ്ട, സ്പീഡ് കൂടുതലുള്ള ആരാന്ന് നോക്കുക. എയും ബിയും സിയും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നോക്കുക. ഓക്കെ, അപ്പോൾ ടൈം സിയും എയും മീറ്റ് ചെയ്യുന്ന ടൈം എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 1000 മീറ്റർ ആണ്. ഡിസ്റ്റൻസ് 1000 മീറ്റർ ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് 30 20. 30 പ്ലസ് 20 1000/50 20 സെക്കൻഡ്. അതായത് ഓരോ 20 സെക്കൻഡിലും സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ 20 സെക്കൻഡിലും എന്ത് ചെയ്യും? എയും സിയും കൂടെ മീറ്റ് ചെയ്യും. സ്റ്റാർട്ട് ചെയ്ത് ഓരോ 20 സെക്കൻഡിൽ, അതായത് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് 20 സെക്കൻഡിൽ മീറ്റ് ചെയ്തു എയും സിയും, പിന്നെ 40 സെക്കൻഡ് മീറ്റ് ചെയ്തു, പിന്നെ 60 മീറ്റ് ചെയ്തു, പിന്നെ 80 മീറ്റ് ചെയ്തു, പിന്നെ 100 മീറ്റ് ചെയ്തു. അങ്ങനെ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആരൊക്കെ? എയും സി അങ്ങനെ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ടൈമോ അത് ഓപ്പോസിറ്റ് ആണെങ്കിലും സെയിം ഡയറക്ഷൻ ആണ്.
ടൈം ഓഫ് സി ആണ് ഫാസ്റ്റസ്റ്റ്. നമ്മൾ പഠിച്ച അതേ കൺസെപ്റ്റ് ഇത് വെച്ചിട്ട് 3-4 ദിവസം നമ്മൾ ചെയ്തു. സി ബി എ മീറ്റ് ചെയ്യാനുള്ള ടൈം ഇതാണ് 1000 മീറ്റർ ആണ് സ്പീഡ് 30 + 25, അതായത് 1000/55 സെക്കൻഡ്, അല്ലെങ്കിൽ നമുക്ക് 200/5 വെച്ചിട്ടുമ്പോൾ 200/11 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ LCM കണ്ടുപിടിച്ചാൽ ഓരോ 200/11 എന്ത് ചെയ്യും, എ ബി എ മീറ്റ് ചെയ്യും. ഇതിന് രണ്ടിന്റെ LCM കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, എയും ബിയും സിയും കൂടെ മീറ്റ് ചെയ്യുന്ന ടൈം കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ടൈം ഓഫ് എ ബി ആൻഡ് സി എന്ന് പറഞ്ഞാൽ എന്താണ്, LCM ഓഫ് 20,200/11. 200ന്റെ LCM എത്രയാണ്, 200 ആണ്. HCF ഓഫ് 11 1. 200 സെക്കൻഡിൽ എന്ത് ചെയ്യും, ഇവര് ഒരുമിച്ച് മീറ്റ് ചെയ്യും. അങ്ങനെ 100 സെക്കൻഡ്, 120, 140, 160, 180, 200 സെക്കൻഡിൽ എന്ത് ചെയ്യും. മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും പറയുന്നത് കേട്ടോ, കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി. ഇങ്ങനെ എഴുതാൻ എക്സാമിന് ഇങ്ങനെ ചെയ്യണ്ട. 200 സെക്കൻഡിൽ എന്ത് ചെയ്യും, ഇവര് എല്ലാവരും കൂടെ എയും ബിയും സിയും കൂടെ എന്ത് ചെയ്യും, മീറ്റ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ, then how many times A and C will have meet each other? A and C എത്ര ടൈംസ്, ഇതാ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാ ചോദിച്ചിരിക്കുന്നത്. by the time all of the three meet for the first time. അതായത് 200 സെക്കൻഡ് ആവുന്നത് വരെ എത്ര ടൈം ഇവന്മാര് മീറ്റ് ചെയ്തതാണ്. 200 സെക്കൻഡ് ആവുന്നത് വരെ ഇവിടെ 3 പേരുടെ മീറ്റ് ചെയ്തു. അപ്പൊ എത്ര ടൈം മീറ്റ് ചെയ്താണ്, ഇവിടെ വേണമെങ്കിൽ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 ടൈംസ്, ഓപ്ഷൻ ബി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 200 വരെ ബൈ 20 വെച്ച് 180 വരെ ആയിരിക്കും നേരത്തെ കണ്ടത്. 200-ൽ 3 പേരുടെ മീറ്റ് ചെയ്യുന്നത്. നമുക്ക് എയും സിയും മാത്രം മീറ്റ് ചെയ്യുന്നത് വെച്ച് എയും ആൻഡ് സി 180 ഓരോ 20 എത്രയാണ്, 30 ടൈംസ്. ഈ ടൈം കണ്ടുപിടിച്ചെങ്കിലും പറ്റും. എയും ബിയും സിയും കൂടെ മീറ്റ് ചെയ്യുന്ന ടൈം കണ്ടുപിടിച്ചെങ്കിലും പറ്റും. അത് നമ്മൾ കണ്ടുപിടിച്ചു. അതുവരെ ഓരോ 20 സെക്കൻഡിലും എന്ത് ചെയ്യും, ഇവർ മീറ്റ്. അങ്ങനെ 9 ടൈംസ് എന്ത് ചെയ്താണ്, ഇവർ മീറ്റ് ചെയ്താണ്. എത്ര അടിപൊളിയാന്ന് നോക്കണം ക്വസ്റ്റ്യൻ. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കുക, പഠിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് GDT ആണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ 10 minutes, ഓപ്ഷൻ ബി 25 minutes, ഓപ്ഷൻ സി 15 minutes, ഓപ്ഷൻ ഡി 20 minutes. SSC GD വെച്ചിട്ട് SSC GD വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സർക്കുലർ റേസ് നമ്മുടെ എല്ലാ എക്സാമിനും ചോദിച്ചു കാണുന്നുണ്ട്. ചെയ്യാൻ പറ്റും നോക്കി. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരുപാട്. ശരി, ചെയ്യാം. ഇവിടെ പറയുന്നത് എന്താ, ഇൻ എ 8000 മീറ്റർ റേസ് അറൗണ്ട് എ സർക്കുലർ സ്റ്റേഡിയം ഹാവിംഗ് എ സർക്കംഫറൻസ് ഓഫ് 2000 മീറ്റർ. അങ്ങനെ 4 വട്ടം പോകും. ഫാസ്റ്റസ്റ്റ് റണ്ണർ റോഹൻ ആൻഡ് സ്ലോവസ്റ്റ് റണ്ണർ സോഹൻ സ്റ്റാർട്ടിംഗ് ഫ്രം ദ സെയിം പോയിന്റ് ആൻഡ് റീച്ച് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ടുഗദർ അറ്റ് ദ എൻഡ് ഓഫ് ദ 10th minute ഫോർ ദ ഫസ്റ്റ് ടൈം ആഫ്റ്റർ ദ സ്റ്റാർട്ട് ഓഫ് ദ റേസ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തി. ഇഫ് റോഹൻ റൺസ് അറ്റ് ട്വൈസ് സ്പീഡ് ഓഫ് സോഹൻ, ഇപ്പോൾ റോഹന്റെയും സോഹന്റെ സ്പീഡ് ഉണ്ട്, റോഹന്റെ സ്പീഡ് ട്വൈസ് ആണ്, 2:1 ആണ്. then what is the time taken by Rohan to finish the race? ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തു. നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യന്റെ മോഡലാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് 2000 മീറ്റർ ഉണ്ട്, രോഹനും സോഹനും രണ്ടുപേരും സെയിം ഡയറക്ഷനാണ് പോകുന്നത്. 8000 മീറ്റർ ആണ് ടോട്ടൽ റേസ്, 4 തവണ പോകേണ്ടി വരും. രോഹന് 10 മിനിറ്റില് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എന്താ 10 മിനിറ്റിൽ മീറ്റ് ചെയ്യുന്നു. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്, സോഹന്റെ സ്പീഡാണ് കൂടുതൽ. അപ്പൊ രോഹൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഫിനിഷ് ചെയ്യുന്നത്, ഫസ്റ്റ് എത്തുന്നത്. രോഹന് ഫിനിഷ് ചെയ്യാൻ എത്ര മീറ്റർ ഓടണം, 8000 മീറ്റർ ഓടണം. അപ്പൊ 10 മിനിറ്റിൽ എത്തും, 10th മിനിറ്റിൽ എത്തും എന്ന് പറഞ്ഞാലേ സെയിം പോയിന്റിൽ 10th മിനിറ്റിൽ എത്തും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, 10 മിനിറ്റിൽ അവൻ എന്ത് ചെയ്യും, 2000 മീറ്ററിന്റെ 2 എണ്ണം കാണുന്ന 10 മിനിറ്റിൽ കാര്യം ഇരട്ടിയാണ്, മറ്റവന്റെ ഇരട്ടിയാണ് സ്പീഡ്. 2000 മീറ്റർ റേസ് ഉണ്ട്, 2000 മീറ്റർ ആണ് കിടക്കേണ്ടത്. ഫാസ്റ്റസ്റ്റ് റണ്ണാണ് രോഹൻ. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അവരെന്ത് ചെയ്യുന്നത്, സോഹൻ സ്റ്റാർട്ടിംഗ് ഫ്രം ദ സെയിം പോയിന്റ് ആൻഡ് റീച്ച് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ടുഗദർ അറ്റ് ദ എൻഡ് ഓഫ് 10 minutes ഫോർ ദ ഫസ്റ്റ് ടൈം ആഫ്റ്റർ ദ സ്റ്റാർട്ട് ഓഫ് ദ റേസ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു തവണ 2000 മീറ്റർ കടന്നു, അടുത്ത 2 തവണ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2 തവണ, അതായത് 4000 മീറ്റർ എന്ത് ചെയ്യാണ് ആ രോഹൻ കടന്നു പോയി കാണും. അപ്പൊ അവന് 8000 മീറ്ററിന് അവൻ എത്ര സമയം എടുത്ത് കാണും,
8,000 മീറ്റർ. കാര്യം ഒരു തവണ അവർ സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു തവണ ആയിരിക്കത്തില്ല. നിങ്ങൾ ആലോചിച്ചു, രോഹൻ ഫാസ്റ്റസ്റ്റ് ആണ്, എന്തായാലും രണ്ടുപേരും ഒരേ സ്പീഡല്ല. ഒരേ സ്പീഡല്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ മറ്റവന്റെ ഇരട്ടി സ്പീഡാണ്, ഡബിളാണ്, ഇരട്ടി സ്പീഡാണ്. അതിനകത്ത് എന്താ സ്പീഡ് ഡബിൾ ആണെന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് സെയിം ടൈമിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഡബിൾ ആയിരിക്കും. ആർക്ക്? രോഹൻ. അതായത് രോഹൻ ഇവർ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ ഫസ്റ്റ് 10 മിനിറ്റിൽ ഇവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ, നല്ല ക്വസ്റ്റൻ ആണ്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ആ 10 മിനിറ്റ് കൊണ്ട് സോഹൻ പോകുന്നതിന്റെ ഇരട്ടി ഡിസ്റ്റൻസ് ആര് പോകും? രോഹൻ പോകും. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് അവർ നോർമലായിട്ട് സോഹൻ എത്ര ആയിരിക്കും പോയത്? ഒരു റൗണ്ട് കവർ ചെയ്താണ്, 2000 മീറ്റർ പോയി കാണും. പക്ഷെ രോഹൻ എന്ത് ചെയ്യും? അവന്റെ ഇരട്ടി ദൂരം കവർ ചെയ്ത് കാണും. ഒരിക്കലും സെയിം പോലല്ല, രണ്ടുപേരും 2000 വെച്ചല്ല. അതാണ് കൺസെപ്റ്റ്. അപ്പോൾ 10 മിനിറ്റിൽ ഇവൻ എത്ര പോയി കാണും? 4000 പോയി കാണും. 8000 പോകണമെങ്കിൽ എന്ത് വേണം? ഇവന് ഇതിന്റെ ഇരട്ടി സമയം 20 മിനിറ്റ് എടുക്കും. അതിന്റെ ആൻസർ എത്രയാണ്? 20 മിനിറ്റ്. എത്ര സിമ്പിൾ ആണ്. കൺസെപ്റ്റ് മനസ്സിലാക്കാം. സെയിം ടൈമിൽ സ്പീഡിന്റെ സെയിം പ്രൊപ്പോർഷണൽ ആയിരിക്കും ഡിസ്റ്റൻസ്. അപ്പോൾ മറ്റവൻ ഒന്ന് പോയാൽ രോഹൻ എന്ത് ചെയ്യും? അതിന്റെ ഇരട്ടി പോകും. അപ്പോൾ 10 മിനിറ്റിൽ അവൻ ഒരു തവണ കറങ്ങി കാണും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തണമെങ്കിൽ. അവൻ ഒരു തവണ കറങ്ങുന്ന സമയം കൊണ്ട് മറ്റവൻ എന്ത് ചെയ്യും? 2 തവണ കറങ്ങും. 2000 വെച്ച് 2 എണ്ണം, 4000 മീറ്റർ അവൻ കവർ ചെയ്ത് കാണും. ജയിക്കണമെങ്കിൽ ഇവന് 8000 മീറ്റർ പോകണം. 8000 മീറ്ററിന് അവൻ എത്ര സമയം എടുക്കും? 20 മിനിറ്റ്. എല്ലാം കോൺസ്റ്റന്റ് സ്പീഡാണെന്ന് വിചാരിക്കും. യെസ്, സെറ്റാണോ? ഇനി നമ്മുടെ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് വെച്ചുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. x=y കണ്ടുപിടിക്കുക. സെയിം ഡയറക്ഷനിലാണെങ്കിൽ x-y, സ്പീഡിന്റെ ഡിഫറൻസ്, ഒരു റൗണ്ടിനുള്ള ദൂരം. ഓപ്പോസിറ്റ് ആണെങ്കിൽ സമയം, സ്പീഡാണ്, സ്പീഡ് സമയമല്ല, സ്പീഡ്. ഓപ്പോസിറ്റ് ആണെങ്കിൽ x+y. അത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്. ഇപ്പം ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം 3 പേരുണ്ടെന്ന് വെച്ചോ, തീരാതെ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ്. എയും ബിയും സിയും ഉണ്ടെന്ന് വെച്ചോ. എയുടെ സ്പീഡ് 3, ബിയുടെ 5, സിയുടെ 7 ആണെന്ന് വെച്ചോ. സെയിം ഡയറക്ഷനാണ്. ഇപ്പൊ എയും ബിയും, അതേപോലെ ബിയും സിയും, എയും സിയും, ഇതിന്റെ ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്. എയുടെയും ബിയുടെയും എത്ര ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിൽ മീറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ 3:5, അതായത് 5 - 3 ചെയ്യാം. 5 - 3 2 വട്ടം. ബിയും സിയും എത്രയും? ബിയും സിയും 7 - 5 2 ടൈംസ്. എയും സിയും 7 - 3 കോമൺ ആയിട്ടുണ്ടെങ്കിൽ വെട്ടിക്കളാം 4 ടൈംസ്. അപ്പൊ ഇതിന്റെ HCF എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 HCF. എയും ബിയും സിയും ഹൗ മെനി ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിൽ എന്ത് ചെയ്യും? ഒരു റൗണ്ടിൽ ഹൗ മെനി ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇത് CGL Tier 2 ക്വസ്റ്റ്യൻ ആണ്. CGL Tier 2 2022 ക്വസ്റ്റ്യൻ ചെയ്തേ. 2 persons started running on a circular track at a speed of 20 meters per second, 30 meters per second, opposite direction. If the circumference of the circular 100 meter, find in how many distinct points they will cross each other. എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എത്ര പോയിന്റ് ഇവരുടെ സ്പീഡിന്റെ റേഷ്യോ എടുക്കുക. x=y എടുക്കുക. 20:30 ആണ്. 2:3 ആണ് റേഷ്യോ. എത്ര പോയിന്റ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് x+y, അതായത് 3 2 5. ഓപ്ഷൻ എ കൊടുക്കാം. ഫിഗർ വരയ്ക്കേണ്ട, ഒന്നും വരയ്ക്കേണ്ട. ചുമ്മാ കയറി 30ഉം 20ഉം കൂട്ടി വെക്കരുത്. ഇതിന്റെ റേഷ്യോ ആണ് കൂട്ടും. ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം? ഇത് കൂട്ടി വെക്കാം. ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഓപ്ഷൻ തന്നിട്ടുണ്ട്. അഞ്ജലിയും ബബിതയും റണ്ണിങ് ഓൺ സർക്കുലർ ട്രാക്ക്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, സെയിം ടൈം ആണ്, സെയിം പോയിന്റ് ആണ്, ഓപ്പോസിറ്റ് ആണ്, 8ഉം 6ഉം സ്പീഡാണ്, ലെങ്ത് ഓഫ് ട്രാക്ക് ഉണ്ട്. ഹൗ മെനി ടൈംസ് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ് ദേ വിൽ മീറ്റ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ 8:6 റേഷ്യോ എടുക്കുക. 4:3, അപ്പോൾ 4 3 കൂട്ടുക, 7 ടൈംസ്. ഇത്രയൊക്കെ കഴിഞ്ഞു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ ഒന്നും വരയ്ക്കേണ്ട ആവശ്യം. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മീറ്റിംഗ് പോയിന്റ് ആണ് എന്ത് ചെയ്യണം? കൂട്ടുക. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും. ഓക്കെ, ഒരു മിനിറ്റ്. ഹലോ, ഇപ്പോ വിളിച്ചാൽ മതി. ശരി, യെസ്. ഇവിടെ 4 3 കിട്ടി. ചിലപ്പോൾ ഇതിന്റെ സ്ക്വയർ ചോദിക്കാം. ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതിന്റെ സെയിം ഡയറക്ഷനിലേക്ക് ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, മുനാഫിന്റെ സൂര്യൻ. ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ഈ ക്വസ്റ്റ്യൻ നോക്കി. മുനാഫും സൂര്യയും start simultaneously at the same point on a circular track and run along the track in the same direction.
the point on the track at which they meet for the 31st time is the same as that of which they meet for the 43rd time. അതായത് ഇവരിങ്ങനെ ഓടുവാണ്. 31ാമത്തെ ടൈം മീറ്റ് ചെയ്യുന്ന പോയിന്റും 43ാമത്തെ ടൈം മീറ്റ് ചെയ്യുന്ന പോയിന്റും എന്താണ്? സെയിം ആണ്. അതായത് 12 ടൈംസ് എന്ത് ചെയ്തു? ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് വന്നു. ഇഫ് ദ റേഷ്യോ സ്പീഡ് ഓഫ് ഫാസ്റ്റർ ബോയ് ടു ദ സ്ലോവർ വൺ, n:1 ആണ് സ്പീഡ് എന്ന് പറയുന്നത്. n is a നാച്ചുറൽ നമ്പർ. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ n-1 ആയിരിക്കുമല്ലോ ഇവരുടെ ആ ഒരു നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് പോയിന്റ്. അപ്പോൾ 12 ടൈംസ് എന്താണ്? ഇവർ ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. 12 ടൈംസ് ഈ ഒരു 31ാമത്തെ 43ാമത്തെ മീറ്റിംഗ് ടൈമിന് ഇടയ്ക്ക് 12 ടൈംസ് ഉണ്ട്. 12 പോയിന്റ്സ് അവർ എന്ത് ചെയ്യണം? മീറ്റ് ചെയ്യുന്നു. 31ാമത്തെ മീറ്റിംഗും 43ാമത്തെ മീറ്റിംഗും ഈ പോയിന്റ് ആണെന്ന് വെച്ചോ. 31ാമത് മീറ്റ് ചെയ്യുന്നതും 43ാമത് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആണെന്ന് വെച്ചോ. ഇതിന്റെ ഇടയ്ക്ക് 12 ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്? അവർ മീറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? 12 ടൈംസ് ഡിസ്റ്റിങ്ക്ട് പോയിന്റിന്റെ എണ്ണമാണ്. ഡിസ്റ്റിങ്ക്ട് പോയിന്റ് എത്രയാണ്? ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ് 12 ആണ്. ഡിസ്റ്റിങ്ക്ട് പോയിന്റ് നമ്മൾ പഠിച്ചാണ് n:1. എന്നിനകത്ത് വേറെ കോമൺ ആയിട്ടൊന്നും നാച്ചുറൽ നമ്പർ ആണ്. n:1. 1ഉം എന്നോട്ട് പിന്നെ വേറെ കോമൺ ആയിട്ടൊന്നും കാണത്തില്ല. അപ്പൊ n-1ന്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? 12 എന്ന് പറയുന്നത്. n എന്തോ ആയിക്കോട്ടെ. അപ്പൊ n-1 12 ആണെങ്കിൽ n എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 13. n നമുക്ക് 13 കിട്ടി. അതായത് n-1 12 ആണ്. n-1 എന്ന് പറഞ്ഞാൽ 12ന്റെ മൾട്ടിപ്പിൾ ആണ്. നമുക്ക് അറിഞ്ഞൂടെ n-ന്റെ വാല്യൂ എത്രയാണെന്ന് അറിഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ 6 n-ന്റെ വാല്യൂ വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി പോസിബിൾ വാല്യൂ ഓഫ് n. ഈ ക്വസ്റ്റ്യൻ പഠിക്കാത്തവർക്ക് വളരെ പാടായിരിക്കും. ഇവിടെ ഞാൻ n-ന് ഒരു 6 കൊടുത്താൽ 6 - 1 എന്ന് പറഞ്ഞാൽ 5 വന്നു. 5 ഒരിക്കലും എന്തല്ല? 12ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇവിടെ 5 കൊടുത്താൽ 5 - 1 എന്താണ്? 4 ആണ്. 12ന്റെ മൾട്ടിപ്പിൾ ആണ്. 3 - 1 2 12ന്റെ മൾട്ടിപ്പിൾ ആണ്. 12 ആവാം. 4 - 1 3 എന്താണ്? 12ന്റെ മൾട്ടിപ്പിൾ ആണ്. 12 ആവാം. എന്നിവിടെ ഒരു എന്താണ്? റേഷ്യോ എടുത്തേക്കുന്ന വാല്യൂ. ഒരിക്കലും എന്ത് വരത്തില്ല? n-ന്റെ വാല്യൂ 6 വരത്തില്ല. 6 വന്നാൽ നമുക്ക് n-1 ഒരിക്കലും 12ന്റെ മൾട്ടിപ്പിൾ വരത്തില്ല. കാര്യം നാച്ചുറൽ നമ്പർ ആണെങ്കിൽ. ഇതാണ് കൺസെപ്റ്റ്. അപ്പൊ 12 ടൈംസ് അവർ മീറ്റ് ചെയ്തു. അതിന്റെ അർത്ഥം 12 ഡിസ്റ്റിങ്ക്ട് പോയിന്റ് അവരുടെ ഇടയ്ക്കുണ്ട്. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഡൗട്ട് വരത്തില്ല. ഇത് ഇങ്ങനത്തെ ഒരു ക്ലാസ് ഉണ്ടോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എവിടെയെങ്കിലും മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു ക്ലാസ് കിട്ടുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് പറയാം. ഞാൻ ഉറപ്പായി ഇങ്ങനത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. യെസ്. ഇനി അടുത്ത റേസ് ആണ്. റേസ് നമുക്ക് പഠിക്കാം. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മുടെ ഏതാ CGL-ന് പല എക്സാമിലും ചോദിച്ചാണ്. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ആൻസർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പറയാം. അത് ഞാൻ വേണമെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാം. 1ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ, 3ാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക്. ഇത് കുറച്ച് സെയിം ക്വസ്റ്റ്യൻ ഉണ്ട്. 5ാമത്തെ ക്വസ്റ്റ്യൻ, 21ാമത്തെ ക്വസ്റ്റ്യൻ, 25ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. 26, 27 ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് ചുമ്മാ ചെയ്യാൻ പറ്റും. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് മാത്രം റേസിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് സിംഗിൾ ക്ലാസ് ആയിട്ട് അർജുന ബാച്ചിൽ പോലെ ഞാൻ ചെയ്യും. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾക്ക് മലയാളത്തിൽ കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ആയിട്ട് പറയും. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ കറക്റ്റായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഫുള്ള് പഠിക്കുക. എനിക്ക് അത്രേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും പഠിക്കുക. എല്ലാം ഫുള്ളായിട്ട് കാണും. ക്ലാസ്സുകൾ ഫുള്ള് കാണും. ഞാൻ ഈ എടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾ അതിന് തിരിച്ച് നിങ്ങളുടെ ആ ഒരു ക്ലാസ് കണ്ട് അത് മനസ്സിലാക്കി. നിങ്ങൾ ഒരാളെങ്കിലും ഈ ക്ലാസ് കൊണ്ട് ഗുണമുണ്ട്, ജോലി കിട്ടിയെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ എല്ലായിടത്തും പറഞ്ഞ് എന്ത് ചെയ്യുക? മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ബാക്കി എല്ലാ ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക. എല്ലാം സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. ഒരുപാട് ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. കമൻ്റായിട്ട് മസ്റ്റായിട്ട് ക്ലാസ് കണ്ട യൂസ്ഫുൾ ആയ എല്ലാവരും എന്ത് ചെയ്യുക? കമൻ്റായിട്ട് പറയാം. ഓക്കെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.